ഓക്കെ, റെക്കോർഡിംഗ് ആണ്. സോ സ്റ്റാർട്ട് ചെയ്യട്ടെ. ചെയ്തോളൂ എല്ലാവരും വെയിറ്റിംഗിലാണ്. ചെയ്തോളൂ. ഓൾ റൈറ്റ്. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ജസ്റ്റ് എ സെക്കൻഡ്. യാ സ്ക്രീൻ ലോഡിംഗ് ആണ്, പക്ഷെ ലോഡിംഗ് ആവുന്നത് വിസിബിൾ ആവുന്നുണ്ടോ? വിസിബിൾ ആണ്. ഓൾ റൈറ്റ്. ലോഡ് ചെയ്യാതെ എനിക്ക് എടുക്കാൻ പറ്റില്ല. ആരൊക്കെ ഇവിടെ ക്യാൻവ റെഗുലർലി യൂസ് ചെയ്യുന്നവരുണ്ട്? ജസ്റ്റ് ഒരു ഹെഡ് കൗണ്ട് എടുക്കാനാണ്. ചാറ്റ് കാണാൻ പറ്റണല്ലോ. പിന്നെ എക്സ്ട്രീംലി സ്ലോ ആണ്. എല്ലാവരും ബെയർ ചെയ്യണം പ്ലീസ്. എന്താ പറ്റിയെന്നറിയില്ല. അപ്പൊ ക്യാൻവ എന്ന് പറയുന്നത്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം, സ്ലൈഡ്സ് വരുമ്പോ വരട്ടെ. ക്യാൻവ എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയാ, എന്താണ് ക്യാൻവ എന്നുള്ളത് ആദ്യം പറയാം. ഒരുപാട് ഓൺലൈൻ സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. അപ്പൊ അതില് നമുക്ക് എന്താ പറയാ, ഈസിയസ്റ്റ് ആയിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. വേറെ ഒരുപാട് ഓൺലൈൻ സോഫ്റ്റ്വെയർ ടൂൾസ് ഉണ്ട്. നമുക്ക് അഡോബ് സ്വീറ്റ് ഉണ്ട്, ഇല്ലസ്ട്രേറ്റർ, ഫിഗ്മ, പ്രോക്രിയേറ്റ്, അങ്ങനെ ഒരുപാട് എന്താ പറയാ ഓൺലൈൻ ഡിസൈൻ ടൂൾസ് ഉണ്ട്. പക്ഷെ അതെല്ലാം ഒരു നോൺ ഡിസൈനർക്ക് പഠിച്ചെടുത്ത് അവരുടെ പേഴ്സണൽ ബ്രാൻഡിന് വേണ്ടി യൂസ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹെർക്യുലിയൻ ടാസ്ക്. അപ്പോൾ അത് പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യമല്ല. പക്ഷെ അവിടെയാണ് ക്യാൻവ വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നത്. ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡിസൈനിങ് ടൂളാണ് ക്യാൻവ. ബിഗിനർ ഫ്രണ്ട്ലി എന്നുള്ളത് മാത്രമല്ല, അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീസൺഡ് ഡിസൈനർക്ക് വളരെ അവരുടെ എക്സ്പെർട്ടീസും സ്കില്ലും മുഴുവൻ പുറത്തെടുത്ത് അടിപൊളി ഡിസൈൻസ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് ക്യാൻവ. സോ ഇറ്റ് കേറ്റേഴ്സ് ടു ബോത്ത് ബിഗിനേഴ്സ് ആസ് വെൽ ആസ് എക്സ്പീരിയൻസ്ഡ് ഡിസൈനേഴ്സ്. സോ ഇതിനു മുമ്പ് ഞാനൊരു ഡിസ്ക്ലെയിമർ പറയണം എന്ന് വിചാരിച്ചതാണ്, പിന്നെ സ്ലൈഡ് വരാത്തതുകൊണ്ട് ഞാൻ ഇതാക്കിയതാണ്. ഒന്നുമില്ല, നോൺ ഡിസൈനേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു എന്താ പറയാ സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ക്യാൻവയുടെ കാര്യങ്ങളാണ് പറഞ്ഞു പോണത്. അപ്പോൾ ഡിസൈനർ ആയിട്ടുള്ള ഒരാൾക്ക് ഇതിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബോറടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു നോൺ ഡിസൈനേഴ്സിനാവും ഇത് കൂടുതൽ യൂസ്ഫുൾ ആവുക. അപ്പോൾ അവസാനം സമയം പോയി എന്ന് എൻ്റെ അടുത്ത് പറയരുത്. മൂവിങ് ഓൺ ടു, ഞാൻ എന്താണ് ക്യാൻവ, എന്തിനാണ് ക്യാൻവ എന്നും ഞാൻ പറഞ്ഞു. സോ അത് കഴിഞ്ഞിട്ട് സെറ്റിംഗ് അപ്പ് ഫ്രീ ക്യാൻവ അക്കൗണ്ട്. ഇത് ഞാൻ പ്രത്യേകിച്ച് കാണിച്ചു തരുന്നില്ല. നമുക്ക് എന്താ പറയാ SSO വെച്ചിട്ട് ഏതെങ്കിലും ഒരു ജിമെയിൽ ID നമുക്ക് കയറാവുന്നതേ ഉള്ളൂ. ഹാർഡ്ലി 1 മിനിറ്റ് എടുക്കും. എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന അക്കൗണ്ടാണ്. ഓൾറൈറ്റ്, ഞാനിവിടെ ഒരു ക്യാൻവയുടെ പ്രൈസിങ്ങിന്റെ ഒരു ടാബ് എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, അതൊക്കെ എടുത്തു വെച്ചതായിരുന്നു. ഈ ഒരു ഇതിലത് പോയി. അപ്പൊ ക്യാൻവയ്ക്ക് എന്താ പറയാ 4 തരം മെയിൻ സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. സബ്സ്ക്രിപ്ഷൻസ് 3 തരം. അതിൽ
സബ്സ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ക്യാൻവയുടെ ഫ്രീ എന്നുള്ള ഒരു സംഭവമാണ്. ക്യാൻവ ഫ്രീയിൽ നമുക്ക് അപ് ടു 5 GB സ്റ്റോറേജ് വരും. ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ അടിച്ചു, അവിടെ വന്നിട്ടില്ല. അപ്പോൾ ക്യാൻവ ഫ്രീയിൽ നമുക്ക് അപ് ടു 5 GB സ്റ്റോറേജ് ആണ് വരാം. ലിമിറ്റഡ് സ്റ്റോക്ക് ഇമേജസ് ആൻഡ് വീഡിയോസേ നമുക്ക് ആക്സസ് ഉണ്ടാവുള്ളൂ. എന്നാൽ പോലും നോൺ ഡിസൈനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഐ വുഡ് സേ ക്യാൻവ ഫ്രീയിൽ സ്റ്റാർട്ട് ചെയ്യാണ് ഏറ്റവും നല്ലത്. ക്യാൻവ ഫ്രീ വെച്ചിട്ട് തന്നെ ഒരുപാട് നല്ല ഡിസൈൻസ് പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. സെക്കൻഡ് വരുന്നതാണ് ക്യാൻവ പ്രോ. ക്യാൻവ പ്രോയിൽ തന്നെ പല തരം സബ്സ്ക്രിപ്ഷൻസ് ഉണ്ട്. ക്യാൻവ പ്രോയില് നമുക്ക് ഒരു ദിവസത്തേക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ക്യാൻവ പ്രോ അതിന് വരുന്നത് 69 റുപ്പീസ് ആണ്. ക്യാൻവ 1 വീക്കിന് എടുക്കാൻ വരുന്നത് 199 റുപ്പീസ് ആണ്. 1 മന്തിന് 500, 1 ഇയറിന് 4000 റുപ്പീസ്. അപ്പോൾ നമുക്ക് അഹെഡായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോണ്ടന്റ് ക്രിയേഷൻ, പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളതെല്ലാം തന്നെ നമുക്ക് ഒരാഴ്ച കൊണ്ട് വേണമെങ്കിൽ ഒരു മാസത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും, അഹെഡായിട്ട് പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആ 199 റുപ്പീസിന്റെ 1 വീക്കിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, 1 മന്തിന്റെ പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ 1 ഇയറിന്റെ പൈസ കൊടുക്കാതെ തന്നെ ഒരുപാട് ഡിസൈൻസ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ക്യാൻവ പ്രോയില് നമുക്ക് വരുന്ന ഫീച്ചേഴ്സ്, ക്യാൻവ ഫ്രീയിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും പ്ലസ് നമുക്ക് 1 TB സ്റ്റോറേജ് ആണ് വരുന്നത്, ക്ലൗഡ് സ്റ്റോറേജ്. അപ്പോൾ വീഡിയോസ്, റീൽസ് ഇതൊക്കെ വെച്ച് വർക്ക് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ പ്രോ ആയിരിക്കും ബെറ്റർ. ബിക്കോസ് 5 GB ക്യാൻവ ഫ്രീയിലുള്ളത് പെട്ടെന്ന് തീർന്നു പോകും. അപ്പോൾ 1 TB ആണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് എന്താ പറയാ, നമുക്ക് റീൽസ്, വീഡിയോസ് അങ്ങനത്തെ ഹയർ സൈസ് ഉള്ള, ലാർജ് സൈസ് ഉള്ള ഫയൽസ് ഒരുപാട് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ക്യാൻവ ടീംസ് ആണ്. ക്യാൻവ ടീംസിൽ നമുക്ക് 3-4 പേർക്ക് കൊളാബറേറ്റീവ് വർക്ക് സ്പേസ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് 4000 റുപ്പീസ് പെർ പേഴ്സൺ പെർ മന്ത് ആണ്, പെർ പേഴ്സൺ. ഓക്കെ, സോ അത് ക്യാൻവ പ്രോവിന്റെ ഫീച്ചേഴ്സ് പ്ലസ് ഈ എന്താ പറയാ ടീംസിൽ നമുക്ക് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും റിയൽ ടൈമിൽ എന്നുള്ള വിവരമുള്ളൂ. പിന്നെ ഉള്ളത് ക്യാൻവ എന്റർപ്രൈസ്. എന്റർപ്രൈസ് ലാർജ് ഓർഗനൈസേഷൻസിനാണ്. അതിന് ക്യാൻവയായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് വേണം നമുക്കത് അപ്രൂവ് ആയി കിട്ടാൻ. ഇതൊന്നും അല്ലാതെ ക്യാൻവ എഡ്യൂക്കേഷൻ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. അതിലും 3 ടൈപ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ 2 തരം K2, അതായത് കിൻഡർ ഗാർഡൻ ടു 12th വരെയുള്ള ക്യാൻവയുടെ എഡ്യൂക്കേറ്റേഴ്സിന്, അതായത് നമ്മൾ നോർമൽ സ്കൂൾസിലെ ടീച്ചേഴ്സിന് ക്യാൻവ ഫ്രീ ആയിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും, പ്രൊവൈഡഡ് ദേ ക്യാൻ ഗെറ്റ് ദംസെൽസ് വെരിഫൈഡ്. അതിൽ അവരുടെ ഒരു എന്താ പറയുക ഒഫീഷ്യൽ ഇമെയിൽ ID കൊടുക്കണം, ഒരു ID കാർഡ്, ID പ്രൂഫ് എല്ലാം കൊടുക്കേണ്ടി വരും. ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഞാൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ അപ്രൂവ് ആയി കിട്ടും. അപ്പോൾ ക്യാൻവ ഫോർ എഡ്യൂക്കേറ്റേഴ്സ് ഇസ് ടോട്ടലി ഫ്രീ. റൈറ്റ്, ഇതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞ സാധനങ്ങൾ. ക്യാൻവ പ്രോ, ക്യാൻവ ടീംസ്, ക്യാൻവ എന്റർപ്രൈസ് തുടങ്ങിയ കാര്യങ്ങളുണ്ട്. ക്യാൻവ എഡ്യൂക്കേഷനിൽ വരുന്നത് ടീച്ചേഴ്സിന്റെ കാര്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ സ്കൂൾസ് ആൻഡ് ഡിസ്ട്രിക്ട്സ്. അത് അതിന്റെ തന്നെ ഒരു വകഭേദം, അത്രയേ ഉള്ളൂ. ഇത് രണ്ടും നോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഫ്രീ ആണെന്ന് മനസ്സിലാക്കാം. ബിക്കോസ് ഇവിടെ ഈ ക്രൗൺ ഇല്ല. ക്രൗൺ ഉള്ളത് യൂഷ്വലി ഇപ്പോൾ ഉള്ള എല്ലാ ഓൺലൈൻ ടൂൾസിലും ക്രൗൺ മീൻസ് ഇറ്റ് നീഡ്സ് എ പ്രോ സബ്സ്ക്രിപ്ഷൻ. അപ്പോൾ ക്യാൻവ ഫോർ ക്യാമ്പസ് ഇസ് എ പ്രോ ഫീച്ചർ. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ സബ്സ്ക്രിപ്ഷൻസ് കാര്യങ്ങളും വരണത്. ഇനി ക്യാൻവ ഡാഷ്ബോർഡ് 2. ജസ്റ്റ് എ സെക്കൻഡ്, ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിരുന്നു. ക്യാൻവയുടെ എവ്രി ഇയർ അതൊരു ട്വൈസ് അവരൊരു ഈവന്റ് വെച്ചിട്ട് പുതിയ ഫീച്ചേഴ്സ് അവർ ലോഞ്ച് ചെയ്യും. അപ്പൊ അതിന്റെ റീസെന്റ് ലോഞ്ച് ഉണ്ടായത് ഏപ്രിൽ മിഡിനോ സംതിങ് ആണ്, ക്യാൻവ ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഇങ്ങനെ ഓരോ ഇവന്റ് വെക്കും തോറും ഇത് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേ വരും. അപ്പൊ UI UX എല്ലാം ക്യാൻവയുടെ മാറിക്കൊണ്ടേയിരിക്കും. കൂടുതൽ ഈസിയർ ആവുകയാണ് ചെയ്യുക, പുതിയ ഫീച്ചേഴ്സ് ആഡഡ് ആവും.
അപ്പൊ അങ്ങനെ ഏപ്രിലില് മിഡിന് ഇത് ചേഞ്ച് ചെയ്തിട്ട് ഇതിന്റെ UI UX കുറെ ഡിഫറെന്റ് ആയിട്ടുണ്ട്. ആം, ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാൻവയുടെ ഡാഷ്ബോർഡിൽ ഹോം എന്ന് പറയുമ്പോൾ ബേസിക് സംഭവങ്ങൾ, അതിൽ പ്രോജക്ട്സിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ റെഗുലർ ആയിട്ട് ഡിസൈൻ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ പ്രോജക്ട്സ് വരുന്ന എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. ടെംപ്ലേറ്റ്സ് നമുക്കൊന്ന് പോയി നോക്കാം. ഇതാരാ എന്റെ സ്ക്രീനിൽ ടൂള് വെച്ച് വരയ്ക്കുന്നുണ്ടല്ലോ? ഞാൻ ആദ്യം വിചാരിച്ചു എന്റെ കൈ തട്ടിയിട്ടായതാണോ എന്ന്. അല്ല, എനിവേ. സോ യാ, ഇതിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ജനറിക് ആണ്. ബിസിനസ്സിന് എടുക്കുകയാണ്, ബിസിനസ്സിന് വേണ്ടുന്ന ടെംപ്ലേറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് ഈ ഇമോജീസ് പ്ലീസ് റിമൂവ് ചെയ്യൂ കേട്ടോ. ഡ്രോ ചെയ്ത് വെച്ചിരിക്കുന്നത് റീഡബിലിറ്റി ഇഷ്യൂസ് വരുന്നുണ്ടായിരുന്നു. സോ ഇതിൽ ഡോക്സ്, പ്രസന്റേഷൻസ്, വൈറ്റ് ബോർഡ്, ഷീറ്റ്സ് ഇവരുടെ ഒരു ന്യൂ ഫീച്ചർ ആണ്. ഏപ്രിലിൽ ഈ ക്യാൻവ ക്രിയേറ്റ് ഇവന്റിന് ലോഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അത് എക്സ്ട്രീംലി യൂസ്ഫുൾ ആണ്. നമുക്ക് ഗൂഗിൾ ഷീറ്റ്സ് ഇതുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. അതുപോലെ എക്സൽ ഷീറ്റ്സും എല്ലാ ഫോർമുല എവറിത്തിങ് നമ്മൾ എന്തൊക്കെ ഗൂഗിൾ ഷീറ്റ്സിലും എക്സലിലും ചെയ്യുന്നുണ്ടോ അതെല്ലാം നമുക്ക് ഇതിലും ചെയ്യാൻ പറ്റും. ഞാൻ പേഴ്സണലി ചെക്ക് ചെയ്തില്ല, പക്ഷെ വീഡിയോസ് ഞാൻ കണ്ടിരുന്നു. അവരെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. റെഗുലർ ഫോർമുല എല്ലാം. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബ്ലാങ്ക് ഷീറ്റിൽ നിന്ന് ഫ്രം സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് നിങ്ങൾക്ക് മോഡിഫൈ ചെയ്ത് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഷീറ്റ്സ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അഗെയിൻ ഗോയിങ് ബാക്ക് ടു ടെംപ്ലേറ്റ്സ്, സോഷ്യൽ മീഡിയയിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ഇന്ന് നിങ്ങൾക്ക് ഒരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി അപ്ലോഡ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി എന്ന് അടിച്ചു കഴിഞ്ഞാൽ മതി. ഇവിടെ അതേ ഓറിയന്റേഷനിൽ അതേ ആസ്പെക്ട് റേഷ്യോയില് നിങ്ങൾക്ക് പല റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രം സ്ക്രാച്ച് ഒരു നോൺ ഡിസൈനർക്ക് ഉണ്ടാക്കേണ്ട അവസ്ഥ ഇവിടെ വരണില്ല. വളരെ ഈസി ആയിട്ട് മിനിമൽ ടൈം യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനത്തെ അമേസിങ് എന്താ പറയുക സ്റ്റോറീസ്, കെറൗസൽസ്, പോസ്റ്റ്, സ്റ്റാറ്റിക് ഇമേജസ്, ഈവൻ ഷോർട്ട് റീൽസ് എല്ലാം നമുക്ക് ഇടാൻ സാധിക്കും. ഇവിടെ തന്നെ ഇതുണ്ടായിരുന്നു, ഷോർട്ട് റീൽസ് ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ എന്നുള്ളതിൽ റീൽസും ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ. ഇതുപോലെ എഡ്യൂക്കേഷനും നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ സബ്ജക്ട് വൈസ് അവൈലബിൾ ആണ്. അതുപോലെ ഇയർ വൈസ് അവൈലബിൾ ആണ്. അതായത് കിൻഡർ ഗാർഡൻ ടു 12th വരയ്ക്കുള്ളത്. റിസോഴ്സ് ടൈപ്പ് പ്രസന്റേഷൻസ് ആണോ വേണ്ടത്, ഇൻഫോഗ്രാഫിക്സ് ആണോ വേണ്ടത്, എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് അവൈലബിൾ അണ്ടർ വൺ റൂഫ്. സോ ഗോയിങ് ബാക്ക് ടു ദിസ് തിങ്, ഇവിടെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ മാർക്കറ്റിങ്ങിന് വേണ്ടതും പല കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഡിജിറ്റൽ മാർക്കറ്റേഴ്സ് ഉള്ളതുകൊണ്ട് അത് ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. അവർക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ബേസിക്കലി ഇത് നോൺ ഡിസൈനേഴ്സിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളതാണല്ലോ. സോ യാ, ദാറ്റ്സ് ഡൺ. മൂവിങ് ഓൺ ടു ബ്രാൻഡ്. ഇവിടെ സൈഡിൽ ലെഫ്റ്റ് പാനലിൽ ബ്രാൻഡ് എന്ന് കാണുന്ന ഈ സാധനം, ഇത് അവിടെ ഒരു ക്രൗൺ ഉണ്ട്, വിച്ച് മീൻസ് ഇറ്റ്സ് എ പ്രോ ഫീച്ചർ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോ എല്ലാ ബ്രാൻഡ്സിനും, ഈവൻ പേഴ്സണൽ ബ്രാൻഡ്സിന് പോലും ഒരു കളർ പാലറ്റ് വേണം എന്നാണ് ഐഡിയലി. വലിയ വലിയ ബ്രാൻഡ്സ്, എസ്റ്റാബ്ലിഷ് ബ്രാൻഡ്സിനെല്ലാം തന്നെ ഒരു കളർ പാലറ്റ് ഉണ്ടാവും, ഒരു മൂഡ് ബോർഡ് ഉണ്ടാവും, എല്ലാം തന്നെ ഉണ്ടാവും. അപ്പൊ നമ്മൾ KFC എന്നൊക്കെ ഓർമ്മിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരുന്ന കളേഴ്സ് എന്താണ്? ബ്ലാക്ക്, റെഡ്, വൈറ്റ്, ഈ ഒരു കോമ്പിനേഷൻ ആണ് അവരുടെ എല്ലാ ആഡ്സും, അവരുടെ ഹോർഡിങ്സ്, ബിൽ ബോർഡ്സ്, എവറിത്തിങ്. അപ്പൊ ഈ എന്താ പറയാ, ആ ഒരു കളർ പാലറ്റ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ നമ്മുടെ പേഴ്സണൽ ബ്രാൻഡിനല്ല, നമ്മൾ ചില ക്ലയൻസിന് വർക്ക് ചെയ്യുന്നുണ്ട്, അല്ല മേ ബി ഒരു ഫ്രണ്ടിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് ഒരു ഹെൽപ്പായിട്ട്, ഒരു സർവീസ് ആയിട്ട് NGOsന്. അപ്പൊ അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രാൻഡിന് certain കളേഴ്സ്, നമുക്ക് ആ കളർ പാലറ്റ് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഒപ്പം തന്നെ നമുക്ക് വേണ്ടുന്ന എവറി ഡേ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരുന്ന ഫോൺസ്, നമുക്ക് ഇറ്റാലിക്സിൽ വേണോ, ബോൾഡിൽ വേണോ, എത്ര സൈസിൽ വേണം, ഇതെല്ലാം തന്നെ നമുക്ക് അവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഇന്ന് ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒരു ഫ്രീ അക്കൗണ്ട് എന്നാണ്.
എനിക്ക് പ്രോ സബ്സ്ക്രിപ്ഷൻ ഉണ്ട്, പക്ഷെ ഞാൻ അതിന് എടുക്കാതിരിക്കാൻ കാരണം ഓഡിയൻസിൽ മിക്കവർക്കും ഫ്രീ അക്കൗണ്ട് ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളത് കൊണ്ടാണ്. പ്രോ പിന്നെ ഞാൻ എടുത്തിട്ട് കാര്യമില്ല, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ അർത്ഥമില്ല. അപ്പൊ അതുകൊണ്ട് ഇതൊരു ഫ്രീ അക്കൗണ്ട് ആണ്. ഇതിൽ ഞാൻ ചെയ്യുന്നതെല്ലാം, ഇതിൽ നിങ്ങൾ കാണുന്നതെല്ലാം നിങ്ങൾക്കും നിങ്ങളൊരു ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾക്കും കിട്ടും, നിങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ക്യാൻവ AI എന്ന് പറഞ്ഞ് കാണാം. ചിലർക്കെങ്കിലും ഇത് നിങ്ങൾ ഡാഷ്ബോർഡ് എടുക്കുന്ന സമയത്ത് ക്യാൻവ AI എന്നല്ല കാണാം, ഡ്രീം ലാബ് എന്നായിരിക്കും. എഗെയിൻ ലാസ്റ്റ് മന്ത് ഉണ്ടായ ക്യാൻവ ക്രിയേറ്റ് എന്ന് പറഞ്ഞ ഇവന്റിന്റെ ഭാഗമായിട്ട് അത് എല്ലാ ഡാഷ്ബോർഡ്സും ചേഞ്ച് ആയിട്ടില്ല. എനിക്ക് തന്നെ റീസെന്റ് ആണ് ചേഞ്ച് ആയത്. അപ്പൊ ക്യാൻവ AI ഓർ ഡ്രീം ലാബ് രണ്ടും സെയിം ആണ്. ഫോർമർലി ഇറ്റ് വാസ് ഡ്രീം ലാബ്, ഇപ്പോൾ ക്യാൻവ AI. ഓൾ റൈറ്റ്. സോ ഇവിടെ നിങ്ങൾക്ക് നമ്മുടെ ജസ്റ്റ് ലൈക്ക് ഈ എന്താ പറയാ, നമ്മള് ChatGPT അല്ലാന്നുണ്ടെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും ടെക്സ്റ്റ് ടു ഇമേജ് സോഫ്റ്റ്വെയർസ് വെച്ചിട്ട് നമ്മൾ ഇമേജ് ജനറേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യില്ലേ, അതുപോലെ നിങ്ങൾക്ക് ഇമേജസ് ജനറേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ 20 പോയിന്റ്സ് ആണ് നമുക്ക് ഫ്രീന്ന് വരാം. ക്യാൻവ ഫ്രീക്ക് 20 പോയിന്റ്സ് പെർ മന്ത്, അതായത് 20 ട്രയൽസ് നിങ്ങൾക്ക് ചെയ്യാം. അതേസമയം ക്യാൻവ പ്രോയ്ക്ക് ആണെന്നുണ്ടെങ്കിൽ 1 മന്ത് നിങ്ങൾക്ക് 500 പോയിന്റ്സ് വരെ ചെയ്യാം, 500 ട്രയൽസ് വരെ നിങ്ങൾക്ക് ചെയ്യാം. ഓൾ റൈറ്റ്. സോ ഇതില് ഇനീഷ്യലി അതിൽ ഡിസൈനിങ് ഐ മീൻ ഇമേജ് ജനറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിൽ റീസെന്റ് വന്ന കാര്യങ്ങളാണ് ഈ ഡ്രാഫ്റ്റ്, ഡോക് ആൻഡ് കോഡ് ഫോമിങ്. കോഡ് ഫോമിങ് ഞാൻ നോക്കിയില്ല, പക്ഷെ ഞാൻ വീഡിയോസ് കണ്ടു. ചെയ്തവരെല്ലാം പറയണത് അമേസിംഗ് ആയിട്ട് ഇത് കോഡിങ് ചെയ്യുന്നുണ്ട് എന്നാണ്. അപ്പോൾ കോഡേഴ്സ് ആരെങ്കിലും ഓഡിയൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. നമ്മൾ ഏത് ടൈപ്പ് ഓഫ് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള കോഡായിട്ട് നിങ്ങൾക്ക് ഇത് തരുന്നതാണ്. ഇതിൽ ഞാൻ ഇമേജ് ജനറേഷൻ ഒക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ അത് ക്വിക്ക്ലി ഇതാക്കാണ്. അപ്പൊ ക്യാൻവ ഡാഷ്ബോർഡ് ടൂർ കഴിഞ്ഞു, ക്യാൻവ AI ഡ്രീം ലാബ്. നെക്സ്റ്റ് വണ്ണിലേക്ക് ഒന്ന് പോകട്ടെ. ലാസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് നമുക്ക് ഇത് വെക്കാം, Q&A. ബിക്കോസ് ഇടയിൽ ഓൾറെഡി ലേറ്റ് ആയി, ഇന്ററാക്റ്റീവ് ആക്കണം എന്ന് ആഗ്രഹമില്ല എന്നല്ല, 1 അവറിൽ വളരെയധികം ഫാസ്റ്റ് ആയിട്ട് പോയാൽ എന്തെങ്കിലും വാല്യൂ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് നമുക്ക് ഇന്ററാക്ഷൻസ് അവസാനത്തേക്ക് വെക്കാമെന്ന് വിചാരിക്കുന്നു. ഹോപ്പ് എവറിബഡി ഈസ് ഫൈൻ വിത്ത് ദാറ്റ്. ഗൈഡ്സ് ആൻഡ് റൂളേഴ്സ്. സോ ഞാനിവിടെ ഇനി ഈ ഇതിൽ വരുന്ന ഇൻസൈഡ് ക്യാൻവയാണ്. ഇപ്പൊ നമ്മള് ഡാഷ്ബോർഡ് വരെ ആയിരുന്നു ഇതുവരെ കണ്ടത്. ഇനി ഇൻസൈഡ് ക്യാൻവ നമ്മൾ പോണ സമയത്ത് ഈ ഫീച്ചേഴ്സ് നമുക്ക് ഒരു ഡിസൈനിൽ എങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്യാമെന്ന് നോക്കണതാവും നല്ലത്. ബിക്കോസ് വെറുതെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ അതിന്റെ പേർപ്പസ് എന്താണെന്ന് മനസ്സിലാവാൻ ചാൻസ് കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഒരു എന്താ പറയാ, എന്തെങ്കിലും ഒരു ഡിസൈൻ നമുക്ക് പിക്ക് ചെയ്യാം. ഞാൻ ഹോമിലേക്ക് പോട്ടെ. ഇതിൽ നിങ്ങൾക്ക് ചിന്തിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ക്യാൻവയിൽ റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അതായത് സ്റ്റാറ്റിക് ഇമേജസ്, അതായത് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ്, കെറോസൽസ്, ലിങ്ക്ഡിൻ ബാനേഴ്സ്, ലിങ്ക്ഡിൻ പോസ്റ്റ്, അതുപോലെ ഫേസ്ബുക്ക് പോസ്റ്റ്, അതുപോലെ റീൽസ്, അങ്ങനെ നിങ്ങൾ അതുപോലെ മീൻ പ്രൊഫഷണൽ, അതായത് ഒരു മാർക്കറ്റിംഗ് സൈഡിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് കാർഡ്സ്, ലോഗോസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും അണ്ടർ വൺ റൂഫ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അപ്പോൾ നമുക്ക് അതിന്റെ ഒരു എന്തെങ്കിലും ഒരു സാധനം നമുക്ക് ക്രിയേറ്റ് ചെയ്യണം, പക്ഷെ എവിടെ അതിനുള്ള ടെംപ്ലേറ്റ്സ് കിട്ടും എന്ന് ആലോചിക്കേണ്ട ആവശ്യമില്ല, ക്യാൻവയിൽ കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. പിന്നെയും ആരോ വരയ്ക്കുന്നുണ്ട്. ഇതാരുടെ പരിപാടിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ബട്ട് ഇറ്റ്സ് അഫക്റ്റിംഗ് മൈ ഫ്ലോ. സോ ലിങ്ക്ഡിൻ ബാനർ, നമ്മളെ ലിങ്ക്ഡിൻ വഴിയല്ലേ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കണത്. നമുക്കൊരു ലിങ്ക്ഡിൻ ബാനർ തന്നെ നോക്കാം. ഈ ലിങ്ക്ഡിൻ ബാനർ നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ പലതും ഇതാണ്, എന്താ പറയാ, ക്രൗൺ വരുന്നുണ്ട്, വിച്ച് മീൻസ് ഇറ്റ്സ് എ പ്രോ ഫീച്ചർ. നമുക്ക് പ്രോ ടെംപ്ലേറ്റ് ആയതുകൊണ്ട് നമുക്കത് എടുക്കാൻ പറ്റില്ല. പ്രോ അല്ലാത്തതും ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് പ്രോ അല്ലാത്ത ഒരെണ്ണം കണ്ടുപിടിക്കാം, പ്രോ അല്ലാത്തത് എടുക്കാം. ഓൾറൈറ്റ്, ഇതെല്ലാം പ്രോ ആണ്. ഇത് പ്രോ അല്ല, പക്ഷെ എനിക്ക് കുറച്ചുകൂടി എലമെന്റ്സ് ഉള്ള എന്തെങ്കിലും വേണം നിങ്ങൾക്ക് ആ ഫീച്ചേഴ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ നോക്കട്ടെ ഏതെങ്കിലും അങ്ങനെ ഉണ്ട്. ദിസ് വൺ,
ലുക്സ് ഫൈൻ. സി ഇത് പ്രോ ഫീച്ചർ അല്ല, ഫ്രീയിൽ വരുന്നതാണ്. ക്യാൻവ ഫ്രീയിൽ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. അതിന് കസ്റ്റമൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്തെല്ലാമാണ് ഇൻസൈഡ് ക്യാൻവ ഉള്ളത് എന്ന് ഒരു ബേസിക് നോളജ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓൾറൈറ്റ്, ഇത് കോപ്പറേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സ്പീഡ് കുറച്ച് സ്ലോ ആണ്, പക്ഷെ പ്ലീസ് ബെയർ വിത്ത് മീ. എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് ശരിയാക്കാം. ഓൾറൈറ്റ്, സോ ഇതിന് ഞാനിവിടെ ആദ്യമായിട്ട് വെച്ചിരിക്കുന്നത് ഗൈഡ്സ് ആൻഡ് റൂളേഴ്സ് ആണ്. ഗൈഡ്സ് മനസ്സിലാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, റൂളേഴ്സ് നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോ ഫയലിൽ പോവാം, നിങ്ങളുടെ ഡിസൈൻ നിങ്ങൾ പിക്ക് ചെയ്തു, ടെംപ്ലേറ്റ്, എന്നിട്ട് ഫയലിൽ പോവുക, സെറ്റിംഗ്സിൽ പോവുക, ഷോ റൂളേഴ്സ് ആൻഡ് ഗൈഡ്സ്. അപ്പോൾ അതിവിടെ റൂളേഴ്സ് വരും, ഹൊറിസോണ്ടൽ ആസ് വെൽ ആസ് വെർട്ടിക്കൽ. അപ്പൊ എന്തിനാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്തും അലൈൻമെന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഡിസൈനിങ്ങിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് വരുന്ന കാര്യമാണ് അലൈൻമെന്റ്. നമ്മൾ തോന്നിയ പോലെ ഇതിപ്പോ ഈ ആരോൺ എന്നുള്ള നെയിം ലെഫ്റ്റ് സൈഡിലും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള റൈറ്റ് സൈഡിലും റിയലി ഗ്രേറ്റ് സൈഡ് എന്നുള്ളത് ഗ്രേറ്റ് സൈറ്റ് എന്നുള്ളത് മിഡിലും ഒക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയാ, അലൈൻമെന്റ് നല്ലതല്ല എന്നും മാത്രമല്ല, കാണാനും വൃത്തി ഉണ്ടാവില്ല, റീഡബിലിറ്റി ഇഷ്യൂസ് ഉണ്ടാവും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പൊ റൂളേഴ്സ് എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇത് ഇവിടെ ഒരു ഡീഫോൾട്ട് പിങ്ക് റെക്ടാങ്കിൾ കാണാൻ പറ്റുന്ന ഒരു ലൈൻ, അതിലേക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് വെക്കാം ഇവിടുന്ന് കൊണ്ടുവന്നിട്ട്. അതുപോലെ ഫ്രം ഓൾ ഫോർ സൈഡ്സ്. ഓൾറൈറ്റ്, ഞാനൊന്നും ചെയ്യില്ല. ആ ഡീഫോൾട്ട് വരുന്നത് ഞാൻ കൊണ്ടുവച്ചതല്ല. അതായത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ പിങ്ക് റെക്ടാങ്കിൾ വരുന്നത് ഞാൻ വെച്ചതല്ല, അത് ഡീഫോൾട്ട് ആയിട്ട് വരുന്നതാണ്. ഞാൻ ആകെ കൂടി ആ റൂളറിന്ന് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പേ ചെയ്തുള്ളൂ. അതുപോലെ ടോപ്പ് ടു ബോട്ടം കൊണ്ടുവരുമ്പോൾ അഗെയിൻ ആ പിങ്ക് റെക്ടാങ്കിൾ അപ്പിയർ ചെയ്യുന്നുണ്ട്. ഞാനല്ല അത് ചെയ്തിരിക്കുന്നത്, അത് ബൈ ഡീഫോൾട്ട് വരുന്നതാണ്. ഓൾറൈറ്റ്, സോ ഇത് നമുക്ക് ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് നോക്കാം. പ്ലസ് ഇത് ചെയ്യുന്ന സമയത്ത് മിഡിലും കൂടി ഒന്ന് ഇടാൻ ശ്രദ്ധിക്കണം. അപ്പൊ മിഡിലും നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിങ്ക് ലൈൻ അവിടെയും വരും, വേർട്ടിക്കൽ ലൈൻ. ഞാൻ അതുപോലെ അതിന്റെ മിഡില് ഇവിടെയും കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ കാണാൻ തന്നെ നമുക്കൊരു വൃത്തിയുണ്ട്, നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് എവിടെയൊക്കെ എന്തൊക്കെ വെക്കണം, എവിടെ വരാൻ പാടില്ല എന്നുള്ളതൊക്കെ. ഇപ്പൊ നമ്മൾ ലിങ്ക്ഡിൻ ബാനറിലാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഫോട്ടോസ് വെക്കാൻ പാടില്ല, റൈറ്റ് സൈഡിൽ ഫോട്ടോ വെക്കാൻ പാടുള്ളൂ. നമ്മുടെ പ്രൊഫൈൽ പിക്ചർ അവിടെ കവറപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നെയിം എവിടെ വരണം, അതിനൊക്കെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അലൈൻമെന്റ് യൂസ് ചെയ്യണത്. ഓൾറൈറ്റ്, സോ റൂളേഴ്സ് ആൻഡ് ഗൈഡ്സ് നമ്മൾ നോക്കി. ഡിസൈൻ സ്റ്റൈൽസ്. ഓക്കെ, സോ ഡിസൈൻ ദ ഫസ്റ്റ് വൺ. അതില് നമ്മള് ടെംപ്ലേറ്റ്സ് നമ്മൾ നേരത്തെ കണ്ടത് തന്നെയാണ്. സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കോമ്പിനേഷൻസ് എന്ന് കാണും, ഇതാ ഇവിടെ. അതുപോലെ തന്നെ കളർ പാലറ്റ്സ് എന്നും കാണും. അപ്പൊ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക്, ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇതാ ഒരു പെർട്ടിക്കുലർ കളർ പാലറ്റ് പ്ലസ് സർട്ടൻ ഫോൺസ്, അങ്ങനെ ഒരു കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ടെംപ്ലേറ്റിനെ ആ രീതിക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഡിസൈനിൽ പോയിട്ട് ഇതാ ഞാൻ ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ അത് മാറാനാണ് ഇപ്പൊ സമയം എടുക്കുക. ഒരു മിനിറ്റ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇത് തന്നെ പിന്നെയും പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കോമ്പിനേഷൻസ് മാറിക്കൊണ്ടിരിക്കും. എത്ര കളേഴ്സ് ഉണ്ടോ അത്രയും കോമ്പിനേഷൻസ് വരും. ഓൾറൈറ്റ്, ഇതിനൊരു ക്ലാരിറ്റി വന്നു എന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ് ഇറ്റ് ബി, ഞാനത് മാറ്റണില്ല. അവിടെ നിന്ന് നമ്മൾ താഴേക്ക് കളർ പാലറ്റ്സിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സി ഓൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കളേഴ്സ് മാത്രം. ഒന്നും കൂടി വലിയൊരു റെപ്പോസിറ്ററി ഉണ്ട് ഇവിടെ. നമുക്ക് കോമ്പിനേഷൻസിലെ പോലെയല്ല, കുറച്ചുകൂടി കൂടുതൽ ഒരു കളർ പാലറ്റ്സ് ഇവിടെ നിന്ന് കിട്ടും. മോണോക്രോംസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ട്, ഇതൊരു മോണോക്രോം ആണ്. അല്ലാതെ മൾട്ടിപ്പിൾ ഹ്യൂസ് വരുന്നതുകൊണ്ട് അപ്പൊ നമുക്ക് അതിന്ന് പിക്ക് ചെയ്യാം. ഓൾറൈറ്റ്, സോ ഡിസൈനിൽ പ്ലീസ് ബെയർ വിത്ത് മീ. എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ല.
അത് വരുമ്പോ വരട്ടെ. നമുക്ക് ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയോ? ക്യാൻവ. ഓക്കെ, നമുക്ക് പിന്നെ പറയാം. ഇത് വന്നു. സോറി. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അവസാനത്തേക്ക് വെക്കാം ഇന്ററാക്ഷൻസ്. അത് ഞാൻ ഇടയിൽ ബ്രേക്ക് വരുമോ വിചാരിച്ചിട്ട് ഇനീഷ്യേറ്റ് ചെയ്തതാ. അപ്പൊ ഡിസൈനിലെ സ്റ്റൈൽസ് നമ്മൾ നോക്കി. ടെക്സ്റ്റ്, പേജ് നമ്പേഴ്സ്, ടെക്സ്റ്റ് സ്റ്റൈൽസ്. എങ്ങനെ നമുക്കൊരു ടെക്സ്റ്റ് ഇൻസേർട്ട് ചെയ്യാം ഇവിടെ. ഇപ്പൊ ഇതിൽ കൂടുതൽ എനിക്കൊരു ടെക്സ്റ്റ് ഇവിടെ വെക്കണം, ഒരു ടാഗ് ലൈൻ പോലെ എന്തെങ്കിലും വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഇതിലേക്ക് പോവുക, എന്നിട്ട് ആഡ് എ ടെക്സ്റ്റ് ബോക്സ് അടിക്കാം. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ വരും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് കട്ട് ആണ്, ജസ്റ്റ് കീപാഡിൽ ടി പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് അവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. ഞാൻ പ്രസ് ചെയ്തു, വരേണ്ടതാണ്, ഇപ്പൊ വരും. ഇതാ വേണോ? അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇഷ്ടംപോലെ ഫോൺസ് ഉണ്ട്. കഴ്സീവ് ഫോൺസ് ഉണ്ട്, ബോൾഡ്, കോർപ്പറേറ്റ്, ഡിസ്പ്ലേ, സെറിഫ്, സാൻസ് സെറിഫ്, ബോൾഡ്, ഐ മീൻ എലഗന്റ്, അങ്ങനത്തെ റെട്രോ, ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. സൈസ് ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, ടെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്യാം, അതുപോലെ ഐറ്റലിക്സ്, പിന്നെ അണ്ടർലൈൻ, സ്ട്രൈക്ക് ത്രൂ, അപ്പർ കേസ്, ലോവർ കേസ്, അലൈൻമെന്റ് ഒക്കെ നമ്മുടെ ഏതാണ്ടൊക്കെ വേർഡിലൊക്കെ ഉള്ള പോലത്തെ സാധനങ്ങൾ. ബുള്ളറ്റ്, പിന്നെ സ്പേസിംഗ് എന്ന് പറയുന്നത് ഒരു മിനിറ്റ് കാണിച്ചു തരാം. സ്പേസിംഗ് എന്ന് പറയുന്നത് രണ്ടെണ്ണം വരും. ലെറ്റർ സ്പേസിംഗ് ആസ് വെൽ ആസ് ലൈൻ സ്പേസിംഗ്. ലെറ്റർ സ്പേസിംഗ് എന്ന് പറയുന്നത് ആസ് എ നെയിം സജസ്റ്റ്, ലെറ്റേഴ്സ് തമ്മിലുള്ള ഗ്യാപ്പ് കൂട്ടി കൂട്ടി വരാം. അപ്പൊ സർട്ടൺ ഡിസൈൻസിന് നമുക്ക് അങ്ങനെയാവും ഭംഗി തോന്നുക. കുറച്ചുകൂടി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആണ് നമുക്ക് ഭംഗി തോന്നുക. അപ്പൊ അങ്ങനെ അങ്ങനെ ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ലൈൻ സ്പേസിംഗ് എന്ന് പറയുന്നത്, ഞാൻ ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് അത് പഠിപ്പിക്കാം. ഇത് നമ്മൾ ഈ ടെക്സ്റ്റ് ബോക്സ് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഓപ്ഷൻസ് വരും. ഡ്യൂപ്ലിക്കേറ്റ്, ഡിലിറ്റ്, ലോക്ക്. ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് പിന്നെ അവിടുന്ന് മൂവ് ചെയ്യില്ല. നമ്മുടെ കൈ കൊണ്ട് അറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയാൽ പോലും അത് മൂവ് ചെയ്യില്ല. ഓൾ റൈറ്റ്. ആരോ റേസ് ചെയ്തല്ലോ ഹാൻഡ്. ഒരു മിനിറ്റ്. ആവശ്യമുണ്ടായിട്ട് റേസ് ചെയ്തതാണോ? എന്നാ അൺമ്യൂട്ട് ചെയ്തൊന്ന് പറയോ? ആവശ്യമില്ലാതെ അറിയാണ്ട് ചെയ്തതാ തോന്നുന്നു. സോ യാ, അപ്പൊ ഈ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ ഒരു സാധനം നമുക്ക് ഒന്നും കൂടി കിട്ടും. അപ്പോ ഞാൻ ഇനി ലൈൻ സ്പേസിംഗ് പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ ടെക്സ്റ്റിനെ ഇങ്ങനെ ആക്കി. ഇത് തമ്മിലുള്ള ലൈൻസ് തമ്മിലുള്ള സ്പേസിംഗ് കൂട്ടാനാണ് ലൈൻ സ്പേസിംഗ്. അത് മെല്ലെ മെല്ലെ കൂടും. ഇപ്പോൾ ഇതാ ഇങ്ങനെ കൂട്ടും കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്. ഓൾറൈറ്റ്. സോ അഡ്വാൻസ് ഫോർമാറ്റിംഗ് ആവശ്യമില്ല. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു, ഞാൻ ഈ ആവശ്യമില്ലാത്ത ഒന്ന് ഡിലീറ്റ് ചെയ്യാനേ. ഈ ഒരു ഇതെന്ന് പറയണത്, ടെംപ്ലേറ്റ് എന്ന് പറയണത്, ഇതിൽ മൾട്ടിപ്പിൾ എലമെന്റ്സ് ഉണ്ട്. എന്താണ് ഈ എലമെന്റ്സ് എന്ന് പറയണത്? നമ്മള് ഒരു പി ആർ റേസ്ഡ് ഹാൻഡ്. ആരാ പി ആർ? പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് സ്പീക്ക്. പറ്റുമോ? ഓക്കെ, വരുമ്പോ വരട്ടെ. അതുവരെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഈ ഇതില് ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. നമ്മൾക്ക് ഒരു ബ്ലാങ്ക് ക്യാൻവാസിൽ വൈറ്റ് സ്പേസ് എന്ന്, ഞാൻ വൈറ്റ് സ്പേസ് എങ്ങനെ എടുക്കാമെന്ന് കാണിച്ചു തരാം. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഒരു ആഡ് പേജ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു പേജ് ക്രിയേറ്റ് ആയി വരും. ഇതിനെ നിങ്ങൾക്ക് കളർ ചേഞ്ച് ചെയ്യാം. ഇതാ ഇവിടെ നിങ്ങൾക്ക് വൈറ്റ് ആക്കാം. അപ്പൊ ഇങ്ങനെ ഒരു വൈറ്റ് സ്പേസ് എന്ന് നിങ്ങൾ ഇത്രയും ഉണ്ടാക്കി. ജസ്റ്റ് എ സെക്കൻഡ്, ഒരു മിനിറ്റ്. അഡ്മിറ്റ് ചെയ്തു. ഇനി ആരൊക്കെ, ഒരു മിനിറ്റ് ഞാൻ എടുത്ത് നോക്കട്ടെ. ആരൊക്കെയോ
റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കേറാൻ. ഉം. ഇപ്പൊ എവിടെ ഞാൻ കണ്ടുപിടിക്കുക? ആർക്കെങ്കിലും അറിയോ? ഞാൻ പെൻഡിങ് എവിടെയാണെന്നുണ്ടെങ്കിൽ പെൻഡിങ് ഒന്നും കാണാനില്ല. അതുകൊണ്ടാവണം ഞാൻ രണ്ട് മൂന്ന് പേരെ അഡ്മിറ്റ് ചെയ്തു. ഓക്കെ, മൂവിങ് ഓൺ. ജസ്റ്റ് എ സെക്കൻഡ്. ഓൾറൈറ്റ്. സോ ഇങ്ങനെ ഒരു ബ്ലാങ്ക് ക്യാൻവാസ് നമ്മൾ ഫ്രം സ്ക്രാച്ച് ഇത്രയും ഉണ്ടാക്കി എടുക്കുമ്പോൾ ഇതൊക്കെ എവിടെന്നാ കിട്ടണത്? നമുക്ക് എലമെന്റ്സിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് നമുക്ക് അതൊക്കെ കിട്ടണത്. ഇവിടെ നിങ്ങൾ സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് നിങ്ങൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഷേപ്പ് ആയിട്ടും കിട്ടും, അല്ലാതെ ഗ്രാഫിക്സ് ആയിട്ടും കിട്ടും, ഒക്കെ കിട്ടും. കണ്ടോ? ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക സമയം കിട്ടുമ്പോൾ. ഇതേപോലൊരു ട്രയാങ്കിൾ ആണ് അവർ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിനെ ഫ്ലിപ്പ് ചെയ്തിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈസ് വലുതാക്കാം, ചെറുതാക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോ നമ്മള് എവിടെയായിരുന്നു? ടെക്സ്റ്റ് പേജ് നമ്പേഴ്സ്, ടെക്സ്റ്റൈൽസ്, ഔട്ട്സ്ട്രൈറ്റ്. അപ്പൊ ഈ എലമെന്റ്സ് അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ ഷേപ്സ് ഉണ്ട്, ഗ്രാഫിക്സ് ഉണ്ട്. ഗ്രാഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ സാധനങ്ങൾ. ഞാനിപ്പോ ട്രയാങ്കിളാണ് കൊടുത്തിരിക്കുന്നത്, സോ അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ട്രയാങ്കിൾസും വരുന്നുണ്ട്. ഫ്രെയിംസ് ഉണ്ട്, ഫോട്ടോസ് ഉണ്ട്, അതുപോലെ വീഡിയോസ് വരും. ഓഡിയോ ഓഡിയോ ട്രയാങ്കിൾ റിലേറ്റഡ് ആയിരിക്കില്ല. അതുപോലെ പലതും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓൾറൈറ്റ്. സോ ടെക്സ്റ്റിൽ പോയി നോക്കാം. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടെക്സ്റ്റ് ഇഷ്ടമായില്ല, കുറച്ചുകൂടി ഫാൻസി ടെക്സ്റ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒന്ന് സ്ക്രോൾ ഡൗൺ ചെയ്യാം. കണ്ടോ? റെഡിമെയ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അതിൽ പലതും പ്രോ ആണ്. പ്രോ അല്ലാത്തൊരെണ്ണം നിങ്ങൾക്ക് എടുത്തു നോക്കാവുന്നതാണ്. ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, വരും. ഞാൻ ഇതിൽ വരുന്നുണ്ട്. അത് വരട്ടെ. നമുക്ക് അതിന് മുമ്പ് വേറൊരു കാര്യം നോക്കാം. ഞാൻ ഈ പേജിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇത് തന്നെയാണ് ഡ്യൂപ്ലിക്കേറ്റ് ബട്ടൺ പേജിന്റെ. നമ്മൾ നേരത്തെ ഒരു ടെക്സ്റ്റ് ബോക്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ കണ്ട പോലെ തന്നെ ഒരു പേജും നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു പേജ് കൂടി നമുക്ക് കിട്ടും താഴേക്ക്. സോ ജസ്റ്റ് എ സെക്കൻഡ്. ഡ്യൂപ്ലിക്കേറ്റ് പേജ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേപോലെ ഒരു പേജ് കൂടി നമുക്ക് കിട്ടും. അപ്പോ ഇതില് നമുക്ക് ഇതിപ്പം ഒരു ബാനർ ആയതുകൊണ്ട് മേ ബി 1 or 2 ഡിസൈൻസ് നമ്മൾ അറ്റ് മാക്സ് ഉണ്ടാക്കുള്ളൂ. പക്ഷെ അതേസമയം നമുക്കിപ്പോ ഒരു പ്രസന്റേഷൻ ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇ ബുക്ക് ആണ്, അല്ലെങ്കിൽ ഒരു കെറോസൽ ആണ്, അപ് ടു 10 സ്ലൈഡ്സ് ഒക്കെ ഉള്ള ഒരു കെറോസൽ ആണെന്നുണ്ടെങ്കിൽ അതിനെ മാനുവലി നമ്പർ ചെയ്യാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അപ്പൊ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ടെക്സ്റ്റിൽ പോയിട്ട് പേജ് നമ്പേഴ്സ്. ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്. അപ്പൊ ഞാൻ അത് സെലക്ട് ചെയ്തിട്ട് പേജ് നമ്പേഴ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ 1, 2, 3 വന്നു. നമുക്ക് അതിന്റെ തന്നെ ഫോണ്ട് മാറ്റാം, സൈസ് മാറ്റാം, അതെല്ലാം ഇവിടെ ചെയ്യാൻ പറ്റും. ഓൾറൈറ്റ്. സോ ഇതാ കണ്ടോ, ഇതാണ് നമ്മൾ ടെക്സ്റ്റ് സ്റ്റൈൽസ് എന്ന് നേരത്തെ ടെക്സ്റ്റിൽ പോയിട്ട് സ്ക്രോൾ ചെയ്ത് അവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഫാൻസി ടെക്സ്റ്റ് ഓൾറെഡി റെഡിമെയ്ഡ് ആയിട്ട് അവിടെ ടെംപ്ലേറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫാസിൽ എന്നുള്ള പേര് കൊടുക്കാം. നെറ്റ്വർക്ക്, ഫാസിൽ നെറ്റ്വർക്ക്. അപ്പൊ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റിൽ യൂസ് ചെയ്യാം. ഓൾറൈറ്റ്. ഈ ബാനറിൽ ജസ്റ്റ് ഇതിപ്പം ഞാൻ ഈ സെലക്ട് ആയിട്ട് അങ്ങോട്ട് വന്നോണ്ടെന്നുള്ളത് ഇങ്ങോട്ട് വെച്ചാൽ അങ്ങോട്ട് വരും, അത്രേ ഉള്ളൂ. ഓൾറൈറ്റ്. സോ നമ്മള് പേജ് നമ്പേഴ്സ്, ടെക്സ്റ്റൈൽസ്, എലമെന്റ്സ്. ഇനി നമ്മൾ എലമെന്റ്സിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ എലമെന്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇവിടെ എല്ലാം അവൈലബിൾ ആണെന്നുള്ളത് വി ജസ്റ്റ് മെൻഷൻഡ് അല്ലെ. സോ എലമെന്റ്സ് കവേർഡ് ആണ്. ദെൻ മാജിക് സ്റ്റുഡിയോ. മാജിക് സ്റ്റുഡിയോ എന്ന് പറയുന്നത് അതിന്റെ എല്ലാ ഫീച്ചേഴ്സും ഫ്രീ. ക്യാൻവ ഫ്രീയിൽ അവൈലബിൾ അല്ല, ക്യാൻവ പ്രോയിലാണ് കൂടുതൽ ഫീച്ചേഴ്സ് അവൈലബിൾ. എന്നിരുന്നാലും ഇതാണ് സാധനം. ഇവിടെ ക്വിക്ക് ആക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് കാണും. ഇപ്പൊ നിങ്ങൾ ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട്
ഇവിടെ ഒരു ക്വിക്ക് ആക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ അതാണ് മാജിക് സ്റ്റുഡിയോന്റെ സിമ്പിൾ ആണത്, ഐക്കൺ. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഫോൺ സൈസ്, അവിടെ എന്തൊക്കെ ആഡ് ചെയ്യാൻ പറ്റും, ഈ ബാക്ക്ഗ്രൗണ്ടിന് പകരം അവിടെ എന്തൊക്കെ മാച്ച് ആവും എന്നൊക്കെ ഉള്ള കുറെ സാധനങ്ങൾ ഈ സി ഓൾ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാം. ഓക്കെ, സോ അതാണ് മാജിക് സ്റ്റുഡിയോ. ദെൻ ട്രാൻസ്പെറൻസി ആൻഡ് ടൈഡി അപ്പ്, അത് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ ഞാൻ ഈ അലൈൻമെന്റ് ഒന്ന് മാറ്റുകയാണെ, ഒരുപാട് കാര്യങ്ങൾ വരുന്ന സമയത്ത് അതൊരു ബുദ്ധിമുട്ടായിട്ട് നിങ്ങൾക്ക് തോന്നണ്ടാവും വിചാരിച്ച് ഇത് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്താൽ മതി. കൊണ്ടുവയ്ക്കാനും കളയാനും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഓക്കെ, സോ ഇപ്പൊ എനിക്ക് ഈ ഒരു ട്രയാങ്കിളിന്റെ ഇതിങ്ങടെ എടുത്ത് മാറ്റാൻ പറ്റും, അത് അതിന്റെ പിന്നിലിരിക്കുകയായിരുന്നു കണ്ടല്ലേ, ഇതാ ഇതും എടുത്ത് മാറ്റാൻ പറ്റും. ഈ ട്രയാങ്കിളിന്റെ എനിക്ക് ഇതിന്റെ ട്രാൻസ്പെറൻസി കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ ട്രാൻസ്പെറൻസി എന്നൊരു സാധനമുണ്ട്, അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട പോലെ സെയിം ഗോസ് ഫോർ ടെക്സ്റ്റ് ആസ് വെൽ. സെലക്ട് ചെയ്തിട്ട് എന്ത് കാര്യം സെലക്ട് ചെയ്തിട്ട് ചെയ്യാം ട്രാൻസ്പെറൻസി. ഓൾറൈറ്റ്, ട്രാൻസ്പെറൻസി ആൻഡ് ടൈഡി അപ്പ്. ടൈഡി അപ്പും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ്. ഞാനിത് ഓക്കെ, ഞാനൊരു പേജ് കൂടി എടുക്കാം. ഇപ്പം കോപ്പി പേസ്റ്റ് ചെയ്ത് കൺട്രോൾ-C കൺട്രോൾ-V കേട്ടോ, കോപ്പി പേസ്റ്റ്. എനിക്ക് ഈ ടെക്സ്റ്റിന്റെ ഒരു മൾട്ടിപ്പിൾ വേറെ എന്തെങ്കിലും ഇപ്പൊ എന്താ പറയാ, എന്തെങ്കിലും ഒരു സിനാരിയോയിൽ നിങ്ങൾ ഡിസൈൻ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ ഐ എം ഓസം അല്ലാന്നുണ്ടെങ്കിൽ അഡിഡാസ് എന്നൊക്കെ വരുന്ന സമയത്ത് ഒരു ഇങ്ങനെ സ്ട്രിപ്പ് പോലെ ഒരു 7-8 ഇങ്ങനെ ടോപ്പ് ടു ബോട്ടം നിൽക്കണ കാണാറില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ആ സിനാരിയോയിൽ നമുക്ക് എങ്ങനെ ഈസിയർ ആയിട്ട് അത് നാവിഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിന് ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് എണ്ണം നമുക്ക് ഉണ്ടാക്കാം ക്വിക്ലി. ഓക്കെ, സോ ഇത് ഇങ്ങനെ മിസ്അലൈൻഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനത്തിന് എങ്ങനെ നമുക്ക് ടൈഡി അപ്പ് ചെയ്യാം? ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് എല്ലാ ടെക്സ്റ്റും ഒന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മേലെ പോയി കഴിഞ്ഞാൽ പൊസിഷൻ ഉണ്ട്. ഈ പൊസിഷനിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ അറേഞ്ച് എന്നതാണ്. ഈ അറേഞ്ചിൽ പോയിട്ട് ടൈഡി അപ്പ് എന്നാക്കി കഴിഞ്ഞാൽ ഇക്വി സ്പേസ്ഡ് ആയിട്ട് അത് ടൈഡിഡ് അപ്പ് ആവും. അതായത് നമ്മൾക്ക് മാനുവലി അത് കൊണ്ട് ഈക്വലി സ്പേസ്ഡ് ആക്കി വെക്കേണ്ട ആവശ്യമില്ല, ഡയറക്ട്ലി അത് ഈക്വി സ്പേസ്ഡ് ആയിട്ട് കിട്ടും. അതേപോലെ നമുക്ക് ടോപ്പ് മിഡിൽ ബോട്ടം ഇതെല്ലാം ടോപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഒന്നിച്ച് കയറിയിരിക്കും. ഇതിനെല്ലാം അൺഡു ചെയ്യാൻ ഇവിടെ ഒരു ടൂൾ ഉണ്ട്. നിങ്ങൾ എന്ത് ഇവിടെ ചെയ്താലും അൺഡു റീഡു ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ അൺഡു റീഡു ഇരിക്കുന്നുണ്ട്. കൺട്രോൾ-C അടിച്ചാലും മതി. ഓൾറൈറ്റ്, സോ ടൈഡി അപ്പ് ഇസ് ഡൺ. എലമെന്റ്സ്, tables, charts, frames. ഒന്നുകൂടി നമുക്ക് എലമെന്റ്സ് വിസിറ്റ് ചെയ്യാം. ഫസ്റ്റ് ടാബ് എടുക്കാം. എലമെന്റ്സിൽ സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫീച്ചേഴ്സ് ഇവിടെ കാണാൻ പറ്റും. ചാർട്ട്സ് നമുക്ക് പ്രസന്റേഷൻസിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇവിടെ നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചാർട്ട്സ്, ബാർ ചാർട്ട്സ്, സി ഓൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാണാൻ പറ്റും. ഏരിയ ചാർട്ട്സ്, സി ഓൾ എടുത്താൽ കുറെ കാണാൻ പറ്റും. സ്കാറ്റർ ആൻഡ് ഡോട്ട് ചാർട്ട്സ്, ഹൈറാർക്കി ചാർട്ട്സ്, ബാർ റേസ് ചാർട്ട്സ്, ഇൻഫോഗ്രാഫിക് ചാർട്ട്സ്, അതർ ചാർട്ട്സ്. ഞാൻ ഈ ഫണൽ ഒന്ന് എടുക്കുന്നുണ്ട്. അപ്പോ ഈ ഫണലിന്റെ കളർ മാറ്റാം. ഇത് മാനുവലി പോയിട്ടും മാറ്റാം. ഇതിപ്പോ ഒരു മോണോക്രോം തീമിലാണ് ഇരിക്കുന്നത്. മാനുവലി പോയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ എവിടെ പോയിട്ട് ചേഞ്ച് ചെയ്യാം? നമ്മൾ ഡിസൈനിൽ നേരത്തെ സ്റ്റൈൽസ് കണ്ടിരുന്നു, ഞാനത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഞാൻ ഇതൊന്നും ഇതാക്കിക്കോട്ടെ. ഇതിൽ നമുക്ക് വാല്യൂസും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറ്റും. അതായത് ഡേറ്റ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം നമ്മുടെ പ്രസന്റേഷന് വേണ്ടിയിട്ട്. അപ്പൊ ഞാനത് 15 കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതാ ചാർട്ട് മാറി. ഓക്കെ, അത് ഫണലല്ലാണ്ടായി. ഇനി നമുക്ക് ഇതിന്റെ കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിസൈനിൽ പോയിട്ട് സ്റ്റൈൽസിൽ പോയിട്ട് കളർ പാലറ്റ്സ് എടുക്കുക. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്? ബാക്ക്ഗ്രൗണ്ടും കൂടി സെലക്റ്റഡ് ആയതുകൊണ്ടാണ്. ജസ്റ്റ് ഞാൻ അൺഡു ചെയ്തിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, ഫൈൻ. അത് ഒരേ ഇതായിട്ടാണ് അത് ലീഡ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു കേസ് വരണില്ല. അതായത് ലിങ്ക്ഡിൻ ബാനറിൽ ഒരു ചാർട്ട് കൊണ്ട് വെക്കേണ്ട ആവശ്യം നമുക്ക് വരണില്ല. അതുകൊണ്ടാണ് അവിടെ വെച്ച് ഇനി അങ്ങനെ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഇതിനെ ഒരു സെപ്പറേറ്റ് ചാർട്ട് ആക്കിയിട്ട്
സെപ്പറേറ്റ് ചാർട്ട് ആക്കിയിട്ട് അവിടുന്ന് കളർ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അത്രേ ഉള്ളൂ. ഞാൻ ഇതൊക്കെ ഒന്ന് റീഡു ചെയ്യുന്നുണ്ട്. ഒരുപാട് കളേഴ്സ് ആൻഡ് കൺഫ്യൂഷൻസ് വേണ്ട വെച്ചിട്ട് നമുക്ക് ആ ഇനീഷ്യൽ തളിക്കാനൊക്കെ. ഓക്കെ, സോ നമ്മൾ ഇതെല്ലാം നോക്കി. ദെൻ ചാർട്ട്സ്, ടേബിൾസ്, ചാർട്ട്സ്, ഫ്രെയിംസ്. ഓക്കെ, ടേബിൾസ് എലമെന്റ്സിൽ പോയിട്ട് സ്ക്രോൾ ചെയ്തിട്ടാണ് നമുക്ക് ചാർട്ട്സ് കിട്ടിയത്. അതേപോലെ തന്നെ സ്ക്രോൾ ചെയ്ത് ഫെർദർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോൾസ് ആൻഡ് ക്വിസസ് കിട്ടും. നിങ്ങൾക്ക് ഇപ്പം വാട്സാപ്പിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എവിടെ വേണമെന്നുണ്ടെങ്കിലും പോൾസ് ആൻഡ് ക്വിസസ്. ഈവൻ ഇതിലും ലിങ്ക്ഡിനിലും ഓൾസോ. ലിങ്ക്ഡിനിലും നമുക്ക് പോൾസ് ആൻഡ് ക്വിസസ് ഒക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡിമെയ്ഡ് ഫോം ടെംപ്ലേറ്റ്സ് ഉണ്ട്, അവൈലബിൾ ആണ്. ദെൻ ഷീറ്റ്സ് അതെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഇറ്റ്സ് എ ന്യൂ ഫീച്ചർ. ടേബിൾസ് അതെ, നിങ്ങൾക്കിപ്പം ടേബിൾ ഇപ്പൊ ഷീറ്റ്സ് വന്നതോടെ അതിന്റെ വലിയ ഇതില്ല. എന്നാലും എന്താ പറയാ, എഡ്യൂക്കേഷൻ ഇതിന്റെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഇതാ എക്സ്ട്രാ ആയിട്ട് രണ്ട്, ഐ മീൻ 3 ഡോട്ട്സ് ഉള്ള രണ്ട് ഇത് കാണാം, റോയ്ക്കും കോളത്തിനും വേണ്ടിയിട്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഈ വക എന്താ പറയാ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഓൾ റൈറ്റ്, 2 people entered the meeting. അതുപോലെ ഫ്രെയിംസ്. ഓക്കെ, ജസ്റ്റ് എ സെക്കൻഡ്. ഒരു 5 minutes കൂടി എനിക്ക് തോന്നുന്നുള്ളൂ നമുക്ക് പറ്റുന്ന. അത് കഴിഞ്ഞ Q&A വേണ്ടി വരും. ഓൾറെഡി 10 minutes ലേറ്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സോറി, ഇതിലായിരുന്നു ടേബിൾ, ചാർട്ട്സ് ആൻഡ് ഫ്രെയിംസ്. എലമെന്റ്സിൽ തന്നെ നിങ്ങൾ പിന്നെയും ഫെർദർ സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഫ്രെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഞാൻ അതിനൊരു പുതിയ പേജ് എടുക്കാം. ഇപ്പോൾ എല്ലായ്പ്പോഴും നമ്മുടെ പേജ് നമ്പർ ആഡ് ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ മുമ്പേ അത് കൊടുത്തിരുന്നു പേജ് നമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്രെയിംസ് എന്നുള്ളൊരു ഇത് എടുത്തു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഫ്രെയിംസ് ആണ് ബേസിക്കലി അത് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ഇതൊരു ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഈ എലമെന്റ്സിൽ പോയിട്ട് തന്നെ നമുക്ക് എന്ത് സാധനം ഇതിൽ ഇൻസേർട്ട് ചെയ്യണോ അതിനെ നമുക്ക്, അതായത് ഒരു ഡിസൈനിൽ, ഒരു ക്യാൻവാസിൽ, ബ്ലാങ്ക് ക്യാൻവാസിൽ എന്തെല്ലാം നമുക്ക് ഇൻസേർട്ട് ചെയ്യണോ അതെല്ലാം നമുക്ക് അവൈലബിൾ ആവുക എലമെന്റ്സ് എന്നാണ്. അപ്പൊ എലമെന്റ്സിൽ പോയിട്ട് നിങ്ങളിപ്പം ഞാനിവിടെ നേരത്തെ സെർച്ച് ചെയ്തിരുന്നു, അതുകൊണ്ട് അവിടെ ഉണ്ട് പ്രൊഫഷണൽ മാൻ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കിട്ടും. സോ ഇതെല്ലാം നമുക്ക് വേണ്ട. നമുക്കൊരു ആക്ച്വൽ ഫോട്ടോ വേണ്ട. ഇപ്പൊ നിങ്ങളുടെ ഫോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ട് അത് ആഡ് ചെയ്താൽ മതി. അതില്ലാത്തതുകൊണ്ട് ഞാൻ റാൻഡം ഒരു ഫോട്ടോ ഇടുന്നു. പക്ഷെ ഇതിലിപ്പോ നോക്കുമ്പോൾ ഇതൊക്കെ പ്രോ ഫീച്ചേഴ്സ് ആണ്. പ്രോ അല്ലാത്തൊരെണ്ണം എടുക്കുക. ഈ ആള് പ്രോ അല്ല. ഓക്കെ, സോ ഇയാളെ ജസ്റ്റ് ഡ്രാഗ് ആൻഡ് ഡ്രോ അതിലേക്ക്. ഇപ്പൊ അത് സെൻട്രലൈസ്ഡ് അല്ല ഫോട്ടോ നിൽക്കുന്നത്. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെന്ററിലേക്ക് ആക്കാൻ പറ്റും. ഇപ്പൊ ഇതിന് ഒരു ബോർഡർ ഇല്ലാത്തത് കാരണം കുറച്ചൊരു ഓക്വേർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഇതിനൊരു ബോർഡർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബോർഡർ സ്റ്റൈല് നമുക്ക് നോക്കാം. ഈ ബോർഡർ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇങ്ങനത്തെ പല പല ഓപ്ഷൻസ് ഉണ്ട്. ഓൾറൈറ്റ്, ഇതൊക്കെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം. ഇതിന്റെ ബോർഡർ വെയിറ്റ് ഇൻക്രീസ് ഡിക്രീസ് ചെയ്യാം. അതിന് കളറും ചേഞ്ച് ചെയ്യാൻ നോക്കാം. മേ ബി അതിനൊരു ബ്ലൂ കൊടുക്കാം. പക്ഷെ എനിക്ക് എന്താ പറയാ, ബ്ലൂവിനെ തന്നെ എനിക്കൊരു ഗ്രേഡിയന്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ കളറിൽ പോയിട്ടൊന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗ്രേഡിയന്റ് എന്നൊരു ഓപ്ഷൻ വരും. ഒരു ഡീഫോൾട്ട് ഗ്രേഡിയന്റ് കളർ അവർ തന്നെ തരും. അത് ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ മേ ബി യു ക്യാൻ ഗോ ഫോർ സംതിങ് ദാറ്റ് യു ലൈക്ക്. ഞാനിവിടെ ഈ കേസിൽ ഒരു യെല്ലോ കൊടുത്തു. ഓൾറൈറ്റ്, സോ അങ്ങനെ നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ഫ്രെയിംസ് ആണ്. ദെൻ എഡിറ്റ് ഷാഡോസ്, ഡ്യൂട്ടോൺ, ബ്ലർ. നമുക്ക് ഈ ഒരു പേഴ്സണെ തന്നെ നമുക്ക് ഈ ഫോട്ടോന് ചെറുതായിട്ടൊന്ന് കളർ കറക്ഷൻ ചെയ്യണം എന്ന് നമുക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുക, എഡിറ്റിൽ പോവുക. എഡിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ
ഈ മാജിക് സ്റ്റുഡിയോ അതാ ഞാൻ പറഞ്ഞത്. ആ താഴെ കാണുന്ന ഈ ഐക്കണിൽ ക്വിക്ക് ആക്ഷൻസ് മാത്രമേ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുള്ളൂ. ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, ബാക്ക്ഗ്രൗണ്ട് ജനറേറ്റർ ഇസ് എ ന്യൂ ഫീച്ചർ വിച്ച് വാസ് ലോഞ്ച്ഡ് ഇൻ ഏപ്രിൽ. അതുപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ പ്രോ ഫീച്ചേഴ്സ് ആണ്. അൺഫോർച്ചുനേറ്റ്ലി കളർ കറക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഫിൽറ്റേഴ്സിൽ പോവാം. ഒറ്റയടിക്ക് നിങ്ങൾക്ക് കളർ കറക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതേതും നിങ്ങൾക്ക് ഇഷ്ടമായില്ല, മാനുവലി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിവിടെ അഡ്ജസ്റ്റ് ഇതിൽ പോവാം. നമ്മളൊന്നും ചെയ്തില്ല, എഡിറ്റിൽ പോയിട്ട് അഡ്ജസ്റ്റ് പോകണം, അത്രേ ഉള്ളൂ. ഇതിൽ ഇപ്പം എനിക്കിതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആക്കണം എന്നുണ്ടെങ്കിൽ സാച്ചുറേഷൻ കുറച്ചു, മിനിമം ആക്കി, വൈബ്രൻസ് കൂട്ടി, ബ്ലാക്ക് കുറച്ച് കൂട്ടി, വൈറ്റ് ഒന്നും ചെയ്യണം, ഷാഡോസ് മേ ബി ലെസർ. ഓക്കെ, സോ ഇങ്ങനെ നിങ്ങൾക്ക് ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും. ചില കേസസിൽ നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റും. ഇത് നമുക്ക് എപ്പോഴും അതിന് വേറെ ടെക്നിക്സ് ഉണ്ട് ഇത് മാറ്റാൻ ക്യാൻവയിൽ തന്നെ. പക്ഷെ ഇവിടെ നിന്ന് അത് ചേഞ്ച് ചെയ്യാൻ എപ്പോഴും പോസിബിൾ അല്ല. സോ അത്രയും അതിന്റെ കാര്യങ്ങൾ. ഷാഡോസ്, ഡ്യൂട്ടോൺ, ബ്ലർ. ഓക്കെ, ഈ ഒരു എന്താ പറയാ, ഒരു എലമെന്റ് എടുക്കട്ടെ, റാൻഡം എലമെന്റ്. ഒരു ഇവിടെ കട്ട്ഔട്ട്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഞാൻ കട്ട്ഔട്ട് മാത്രമായിട്ട് എടുക്കാം. എന്നാൽ പിന്നെ എനിക്ക് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യണ്ടല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം പ്രോ ആണ്. പ്രോ അല്ലാത്ത ഏതെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തതില്ല. ഓക്കെ ഫൈൻ, ഗ്രാഫിക്സിൽ പോവാം. ഗ്രാഫിക്സിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും കിട്ടാതിരിക്കില്ല. ഞാനിവിടെ യൂസ് ചെയ്ത് ഏതെങ്കിലും ഉണ്ടാവും, അതോ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇപ്പം ഈ ഇങ്ങനൊരു ഇതെടുത്തിട്ട് നമുക്ക് ഇതൊരു ശരിക്കൊരു റിയൽ ഫോട്ടോ ആണ് വിചാരിക്കും. നമ്മൾ ഇതുപോലത്തെ നിങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ ഒരു പ്രൊഫൈൽ പിക്ചറോ വേറെ ഏതെങ്കിലും ഒരു ഡിസൈനിൽ നിങ്ങൾക്ക് അതിനെ കുറച്ചുകൂടി ഒരു ഫാൻസിയർ ആക്കണം എന്നുണ്ടെങ്കിൽ എഡിറ്റിൽ പോയിട്ട് ഇവിടെ എഫക്ട്സ് എന്ന് കാണും. ഈ എഫക്ട്സിൽ പോയിട്ട് ഷാഡോസ് എന്നുള്ളത് എടുക്കാം. അവിടെ നിങ്ങൾക്ക് ഈ ഔട്ട്ലൈൻ, ഇത് ഭയങ്കര കോമൺ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു സാധനമാണ്. ഇതിന്റെ കളർ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പം അതിന്റെ തിക്നെസ്, സോറി, അതിന്റെ സൈസ്, ഇന്റൻസിറ്റി എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കുറയ്ക്കാൻ ഒക്കെ പറ്റും. അതുപോലെ തന്നെ ഡ്രോപ്പ് ഷാഡോ, ഒരു സൈഡിലേക്കായിട്ടാണ് ഷാഡോ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ ഒന്നുകൂടി ബിഗർ ആക്കാം സൈസ്. ഓൾറൈറ്റ്, സോ ഇങ്ങനത്തെ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. എഡിറ്റിൽ പോയിട്ട് ഇഫക്ട്സിൽ ഏതൊക്കെ തരം ഷാഡോസ് ഉണ്ടോ എന്നൊന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഡിവോട്ടോൺ. ഡിവോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അതിന്റെ ഒരു ടോൺ മാറ്റാൻ പറ്റും. 2 കളർ കോമ്പോസ് ആക്കാൻ പറ്റും. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഇന്റൻസിറ്റി നിങ്ങൾക്ക് മാറ്റാം. കേട്ടോ, ഒരു സ്ലൈറ്റ്ലി ഒരു അക്വ ആൻഡ് മജന്ത ടോൺ വന്നോടെ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അങ്ങനെ എക്സ്പെരിമെന്റ് ചെയ്യാം. ഇതെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡിസൈനിൽ കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നോക്കണം. വെറുതെ എന്തെങ്കിലും ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നെവർ ബി എ ഗുഡ് ഡിസൈൻ. അപ്പൊ അതുണ്ട്, അത് ശ്രദ്ധിക്കണം. ബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇയാളെ നമുക്ക് വേണമെങ്കിൽ ഫേസ്, ഇപ്പൊ നമ്മൾ പലരും സോഷ്യൽ ഹാൻഡിൽസിൽ ഫോട്ടോസ് ഒക്കെ ഇടുമ്പോൾ കുട്ടികളുടെ ഫേസ് ഒക്കെ ബ്ലർ ചെയ്യാറുണ്ട്. അതിന് ഈസി ഓപ്ഷനാണ് ഇത്. ഇവിടെ എഡിറ്റിൽ പോയിട്ട് ബ്ലറിൽ വരാം. ബ്ലറിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ ആഡ് ബ്ലർ. എനിക്കിപ്പോ ഇതൊരു കുട്ടിയുടെ ഫേസ് ആണെന്നുണ്ടെങ്കിൽ എനിക്കിത് ആ ഫേസ് കാണണ്ട, ജസ്റ്റ് ബ്ലർ ദ പോർഷൻ, അത്രേ ഉള്ളൂ. ഓൾറൈറ്റ്, അത് തിരിച്ചു വരുമ്പോഴേക്കും അത് ബ്ലർഡ് ആയിരിക്കും. ഓക്കെ, സോ അത് ഡൺ.
ഫോട്ടോ എഡിറ്റ് ഞാൻ കാണിച്ചു. ഫോട്ടോ എഡിറ്റ് ആണ് നമ്മൾ ആ മാനുവലി അഡ്ജസ്റ്റിംഗ് കളർ കറക്ഷന്റെ കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. ദെൻ റീസൈസ്, ഒരു 2 minutes കൂടി പറഞ്ഞിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. റീസൈസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. അതായത് നമുക്കിപ്പം ബാനറിന്റെ കാര്യത്തിൽ ആവശ്യം വരില്ല, പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നമുക്ക് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആയിട്ട് ഇടണം. അപ്പൊ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് നമ്മൾ ഡിസൈൻ ചെയ്തു, പക്ഷെ അതിനെ നമുക്ക് സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ അതിന്റെ ആസ്പെക്ട് റേഷ്യോ മാറും. സ്റ്റോറി 9:16 ആണ്, വേറെ മീൻ പോസ്റ്റ് വന്നിട്ട് 3:4 അല്ലേ വരാം. അപ്പോ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫ്രം സ്ക്രാച്ച് ആദ്യം ചെയ്തെടുക്കാതെ ഈ ഒരു ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. റീസൈസ് എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത് എന്നുള്ളത് അവിടെ കിട്ടും. ഇത് പക്ഷെ ഒരു പ്രോ ഫീച്ചർ ആണ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവർ ഇസ് ഓൾസോ ഒരു പ്രോ ഫീച്ചർ. ട്രാൻസ്ലേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മലയാളമൊക്കെ നല്ല അസലായിട്ട് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടും പ്രോയില്. ഐ മീൻ വേറെ വെബ്സൈറ്റ്സ് ഉണ്ട് ഫ്രീ ആയിട്ട് കിട്ടണം, പക്ഷെ ഞാൻ പ്രോയില് ഫീച്ചേഴ്സ് പറഞ്ഞു എന്ന് മാത്രം. സോ റീസൈസ് ഏത് ഫോർമാറ്റിൽ നിന്ന് ഏത് ആസ്പെക്ട് റേഷ്യോന്ന് ഏത് ആസ്പെക്ട് റേഷ്യോയിലേക്ക് വേണമെങ്കിലും റീസൈസ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അലൈൻമെന്റിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും, അത് നമ്മൾ കറക്റ്റ് ചെയ്യുന്ന വേണം. എന്നാലും ഫ്രം സ്ക്രാച്ച് ആദ്യം ഒരു ഡിസൈൻ ഉണ്ടാക്കി എടുക്കുന്നതിലും എളുപ്പമായിരിക്കും, എത്രയോ എളുപ്പമായിരിക്കും. ഓൾറൈറ്റ്, ഡൗൺലോഡിങ് ആൻഡ് ഷെയറിംഗ് ഡിസൈൻസ്. സോ ഇവിടെ ഷെയർ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ? ഈ ഷെയർ എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും ആയിട്ട് നമുക്ക് ഈ ഒരു ഹോൾ ക്യാൻവാസ് തന്നെ നമുക്ക് ആരെങ്കിലും ആയിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ, സോറി, ഇതിവിടെ നമുക്ക് ഇമെയിൽ ID അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് ആക്സസ് നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. എനിവൺ വിത്ത് ലിങ്ക് ക്യാൻ എഡിറ്റ്, ക്യാൻ കോമെന്റ്, ക്യാൻ വ്യൂ. അങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് കോപ്പി ലിങ്ക് അടിച്ചിട്ട് അടിച്ചു കൊടുത്താൽ മതി. അവർക്ക് അത് അവരുടെ ക്യാൻവ പേജിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ഒന്നുമില്ല, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി ഓപ്പൺ ആയിട്ട് ഈ ഡിസൈൻ, സെയിം ഡിസൈൻ ആൾക്ക് കിട്ടും. നമ്മൾ സാധാരണ ഷെയർ ചെയ്യുന്ന പോലെ തന്നെ പറഞ്ഞു തന്നു മാത്രം. ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെ 5 പേജസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ 5 പേജ് ആവശ്യമില്ല, ഫസ്റ്റ് പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ സെലക്ട് ഓൾ റിമൂവ് ചെയ്യാം, പേജ് 1 മാത്രം എടുക്കുക. അല്ല എനിക്ക് എല്ലാ പേജും വേണമെന്നുണ്ടെങ്കിൽ ഒരു സിപ്പ് ഫയലായിട്ടാവും ഡൗൺലോഡ് ആവുക. ഇൻഡിവിജ്വൽ ആയിട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സിംഗിൾ ഇമേജ് ആയിട്ടാവും ഡൗൺലോഡ് ആവുക. ഡൺ അടിച്ചിട്ട് ഡൗൺലോഡ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡൗൺലോഡ് ആവും. പിന്നെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കല്ല, ഒരു ഇൻഫോ, ഈ ഡിസൈൻസ് എല്ലാം തന്നെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് സോഷ്യൽ ഹാൻഡിൽസുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇൻസ്റ്റ, FB, ഈവൻ വാട്സാപ്പിലേക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം, ലിങ്ക്ഡിൻ, എല്ലാം നമുക്ക് ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. സിയോൾ എന്ന് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എവിടെയുണ്ട് സോഷ്യൽ ഹാൻഡിൽസ്, ഇതെവിടെ സിയോൾ, ഇത് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ലിങ്ക്ഡിൻ പേജ്, ഷെഡ്യൂൾ, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ്, ട്വിറ്റർ, ഈ കണ്ട സാധനങ്ങളിലെല്ലാം നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമുക്ക് അവിടെ പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഷെഡ്യൂൾ മാത്രം പറ്റില്ല, ബിക്കോസ് ഇറ്റ്സ് എ പ്രോ ഫീച്ചർ. എവിടെയൊക്കെ ക്രൗൺ കാണുന്നുണ്ടോ ദാറ്റ് വുഡ് ബി എ പ്രോ ഫീച്ചർ. ഡൺ. സോ ഞാൻ ഒരു മിനിറ്റ്, കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ജസ്റ്റ് ലാസ്റ്റ് സ്ലൈഡ് എടുത്തു എന്ന് മാത്രം. നമുക്കൊരു Q&A വെക്കാം. ജസ്റ്റ് എ സെക്കൻഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വയറീസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഷൂട്ട് ഇറ്റ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാം എനിക്ക് അറിഞ്ഞോളണമെന്നില്ല, അറിയണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ പറയണത് കേൾക്കണുണ്ടോ? ഞാൻ ഈ ചാറ്റ് ഇപ്പോഴാണ് കാണുന്നത്, ഒന്ന് ഞാൻ വായിച്ചു നോക്കട്ടെ.
എൻ്റെ കയ്യിൽ ക്യാൻവ പ്രീമിയം ഉണ്ട്, പക്ഷേ ഉപയോഗിക്കാൻ അറിയില്ല. ഇന്ന് പഠിച്ചു പോകണുള്ളൂ. ക്യാൻവ പ്രീമിയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഞാൻ ഈ പറഞ്ഞത് ഈ ഒരു 40-45 മിനിറ്റ്സിൽ പറഞ്ഞത് 1% പോലും ആവണില്ല ക്യാൻവയുടെ. അപ്പോൾ യു ക്യാൻ ഇമാജിൻ നമ്മൾക്ക് എന്താ പറയാ അത്ര അധികം ഇതിൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുണ്ട്. സോ ക്യാൻവ പ്രോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് മേക്ക് ദ മോസ്റ്റ് ഓഫ് ഇറ്റ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ക്യാൻവ. നിങ്ങൾക്ക് ഒരുപാട് ട്യൂട്ടോറിയൽസ് ലിങ്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഇഷ്ടം പോലെ ഷോർട്സ് ആയിട്ട് അവൈലബിൾ ആണ്, അല്ലാതെ ലോങ് ഫോം വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ്. സോ പ്ലീസ് ഡു ചെക്ക് ഇറ്റ് ഔട്ട്. വെബോൺ എന്ന് പറയുന്നത് നല്ലൊരു ചാനലാണ്. അതുപോലെ റോണി എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്, അവരുടെയും നല്ല ട്യൂട്ടോറിയൽസ് ആണ്. അങ്ങനെ ഒരുപാടുണ്ട്. ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടും. ഒക്കേഷണലി, വല്ലപ്പോഴും, റെഗുലർലി, നോട്ട് മച്ച്, നോസ് വെരി ലിറ്റിൽ. നോസ് വെരി ലിറ്റിൽ ഒരു ഇഷ്യൂവേ അല്ല. നമുക്ക് പഠിച്ചെടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു സാധനമാണ് ക്യാൻവ. ഇതില് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് സ്കില്ലാണ്. ഡിസൈനിങ് സ്കിൽസ്, ഡിസൈനിങ് നോളജും. ഡിസൈനിങ് നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്കിൽസ് നമുക്ക് ലെയർ അപ്പ് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഡിസൈനിങ് നോളജ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനെ കഴിവതും മാക്സിമം നമ്മൾ വീഡിയോസ് കാണുക, പറ്റുമെങ്കിൽ ബുക്സ് വായിക്കുക. ബുക്സ് ഗ്രാഫിക് ഡിസൈനിങ്ങിന്റെ എല്ലാം ഭയങ്കര കോസ്റ്റ്ലി ആണ്. അപ്പൊ നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടുമെങ്കിൽ അങ്ങനെ നോക്കാം. കുറെയൊക്കെ കിട്ടും, കുറെ കിട്ടില്ല. അപ്പൊ നമുക്ക് യൂട്യൂബ് ഉണ്ടല്ലോ, ഫ്രീ കോണ്ടന്റ് അല്ലേ, ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ലിങ്ക്ഡിൻ ലേണിംഗിലുണ്ട് ഇഷ്ടംപോലെ ഗ്രാഫിക് ഡിസൈനിങ് ഷോർട്ട് കോഴ്സസ്, ലൈക്ക് 3 hours, 4 hours കോഴ്സസ്, ഈവൻ 2 hours കോഴ്സസ് ഉണ്ട്. സോ ആ 2 hour നമുക്ക് യൂസ്ഫുൾ അല്ലാന്നുണ്ടെങ്കിലും സർട്ടൻ ടിപ്സ് നമുക്ക് അതിന് കിട്ടും. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. 2x-ലോ 4x-ലോ എന്തിലാന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാലോ. Oh, okay. Internet is slow. It's not just you. This is my third meeting today. Oh, okay. Okay. Thank you for letting me know. ഞാൻ എന്റെ മാത്രം പ്രശ്നമാണെന്ന് വിചാരിച്ചു. സോറി, ഞാനത് കണ്ടപ്പോഴേക്കും വൈകി. കാരണം ഞാൻ ഇവിടെ സ്ക്രീനിൽ ഫോക്കസ് ചെയ്യായിരുന്നു. വെരി സോറി PR. അഡ്മിറ്റ് എന്നുള്ളത് ഞാൻ പിന്നീടാണ് കണ്ടത്, ശ്രദ്ധിച്ചില്ല. മാജിക് സ്റ്റുഡിയോ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ആ ഐക്കൺ വരുന്ന സാധനമാണ് ഇവിടെ. ഈ സാധനമാണ് നമ്മുടെ മാജിക് സ്റ്റുഡിയോ. അത് നമ്മൾ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാജിക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടെക്സ്റ്റിന് റിലേറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യാൻവാസിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് വരിക. പക്ഷെ മാജിക് സ്റ്റുഡിയോന് വേറൊരു തലമുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇപ്പൊ ഇവിടെ നമ്മൾ ചെയ്തില്ലേ, ഇതിന് എഡിറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മാജിക് സ്റ്റുഡിയോ, ഇത്രയും സാധനങ്ങൾ, ഗ്രാബ് ടെക്സ്റ്റ്, ഇത് അമേസിങ് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ പ്രോ നേരത്തെ ആരും ഉണ്ട്, ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞ ആള് ഡെഫിനറ്റ്ലി ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഈ മാജിക് ഗ്രാബ്, മാജിക് ഇറേസ്, മാജിക് എഡിറ്റ്, ഇതെല്ലാം അമേസിങ് ഫീച്ചേഴ്സ് ആണ്. അപ്പൊ ഈ മാജിക് എഡിറ്റിൽ കണ്ടോ, ആ ഫ്ലവർ മാറ്റി നമുക്ക് ഇതാക്കാൻ പറ്റും. ടെക്സ്റ്റ് ഗ്രാബ് ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട ടെക്സ്റ്റ് മാത്രം. അതുപോലെ മാജിക് എക്സ്പാൻഡ്, നമുക്ക് ഒരു ഇതിപ്പോ ഈ ഒരു ഇതിന് ബാക്ക്ഗ്രൗണ്ട് ആകെ മിഡിലിൽ മാത്രമേ ഉള്ളൂ എന്ന് വെക്കാം. ഇതൊരു പിക്ചറസ്ക് ബാക്ക്ഗ്രൗണ്ട് ആണെന്ന് വെക്കാം. അപ്പൊ അത് മിഡിലാണെന്നുണ്ടെങ്കിൽ അതിനെ ഈ മാജിക് എക്സ്പാൻഡ് വെച്ച് നമുക്കത് ആ ഹോൾ ക്യാൻവാസിലേക്ക് എക്സ്പാൻഡ് ചെയ്യിക്കാം. വേറെ ഒരുപാട് ഫ്രീ സോഫ്റ്റ്വെയർസ് അത് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. ഇത് ക്യാൻവയുടെ ഒരു പ്രോ ഫീച്ചർ, അത്രേ ഉള്ളൂ. ഓക്കെ, ദെൻ ഗുഡ് പ്രസന്റേഷൻ, താങ്ക് യു സോ മച്ച്. പ്രിന്റ് വിത്ത് ക്യാൻവ എക്സ്പ്ലെയിൻ ചെയ്യും. പ്രിന്റ് വിത്ത് ക്യാൻവ വളരെ എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. നമുക്ക് വിസിറ്റിംഗ് കാർഡ്സ്, ഇൻവൈറ്റ്സ്, ഇതെല്ലാം നമുക്ക് പ്രിന്റ് വിത്ത് ക്യാൻവ ചെയ്യാൻ പറ്റും. അതില് അതവിടെ ഷെയറിൽ പോയാൽ തന്നെയാണ് അതിന്റെ പ്രിന്റിന്റെ ഇത് വരാം. പ്രിന്റ് വിത്ത് ക്യാൻവ. പക്ഷെ ഞാനിത് ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്പെൻസീവ് ആയത് കാരണം ഞാനിത് പേഴ്സണലി ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ അടുത്ത് ഇത് ചെയ്തവർ പറഞ്ഞിട്ടുണ്ട് അമേസിങ് പ്രിന്റ് ക്വാളിറ്റി ആണെന്ന്. അവരുടെ ആ കാർഡ് സ്റ്റോക്ക് പേപ്പറൊക്കെ വളരെ തിക്കാണ്. നമ്മള് അതായത് ഇതിപ്പോ ഞാൻ ഫേസ് ചെയ്തൊരു ഇഷ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ വിസിറ്റിംഗ് കാർഡ്സ് ഞാൻ ഇതിൽ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് പ്രിന്റ് ചെയ്യാൻ ഞാൻ പുറത്ത് കൊണ്ടുപോയി, പ്രിന്റിംഗ് പ്രസ്സിൽ കൊണ്ടുപോയി. അവര് എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരതിന്റെ എന്റെ പേഴ്സണൽ ബ്രാൻഡിന്റെ കളേഴ്സ് 3 പെർട്ടിക്കുലർ ഹ്യൂസ് ആണ്.
ആ പെർട്ടിക്കുലർ കളേഴ്സ് അവരുടെ ഇട്ടപ്പോഴേക്കും അത് ചേഞ്ച് ആയിട്ട് ഈ കളേഴ്സ് അല്ലാണ്ടായി. അപ്പൊ ഞാൻ എന്നിട്ട് പിന്നെ അവരുടെ കൂടെ ഇരുന്നിട്ട് വെരി സിമിലർ ഹ്യൂസ് ഏതാണോ അതിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അങ്ങനെ ഇരുന്ന് ഞാൻ തന്നെ അവരുടെ കമ്പ്യൂട്ടറിൽ ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊടുത്തു. അങ്ങനെ പ്രിന്റ് ചെയ്യിക്കുക ചെയ്തത്. പക്ഷെ ക്യാൻവയിൽ പ്രിന്റ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിറ്റോ നമുക്ക് ഈ നമ്മൾ എന്ത് ഇതാണോ കളേഴ്സ് വെച്ചിട്ടാണോ ഇതിൽ ചെയ്തിരിക്കുന്നത്, എന്ത് ഫോണ്ട് വെച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത്, ഏത് അലൈൻമെന്റ് വെച്ചാണോ ചെയ്തിരിക്കുന്നത്, ഡിറ്റോ നമുക്ക് അതേതായിട്ട് പ്രിന്റ് ചെയ്ത് കിട്ടും. ഞാൻ ഇതിന്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് ഇവരൊരു ഇൻവൈറ്റ് ഇതുപോലെ ചെയ്തിട്ട് വളരെ നന്നായിട്ട് കിട്ടിയെന്ന്. അപ്പൊ അത്ര എനിക്ക് ഇതിനെ പറ്റി അറിയുള്ളൂ. എക്സ്പെൻസീവ് ആയതുകൊണ്ട് തന്നെ ഐ നെവർ ട്രൈഡ് ഇറ്റ്. ഹൗ ക്യാൻ വി ഫൈൻഡ് ഗുഡ് കളർ കോമ്പിനേഷൻ ഫോർ ടെക്സ്റ്റ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്സ്? ഇത് ഞാൻ ഒരു PDF ആയിട്ട് ഒന്നുമില്ലെങ്കിൽ ബൈ ടു നൈറ്റ് EOD അല്ലാന്നുണ്ടെങ്കിൽ നാളെ ഞാനൊരു PDF ആയിട്ട് ആർഷദ് ബ്രോനോട് ചോദിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ് ഓഫ് ക്യാൻവ. ക്യാൻവയ്ക്ക് ഒരു കളർ വീൽ ഉണ്ട് ആക്ച്വലി. പക്ഷെ കളർ വീലിനേക്കാളും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേറൊരു വെബ്സൈറ്റ് ആണ് യൂസ്ഫുൾ ആവുക. ഒരു 2-3 വെബ്സൈറ്റ് ഉണ്ട്. അത് ഞാനൊരു PDF ആയിട്ട് സെൻഡ് ചെയ്യാം. നോട്ടഡ്. ഓൾറൈറ്റ്. ദെൻ എന്താണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നൊന്ന് പറയോ? ടൈം ഉണ്ട്. ഇറ്റ് വുഡ് ബി ഉമ്മു ഹബീബ, ഇറ്റ് വുഡ് ബി നൈസ് ഇഫ് യു ക്യാൻ കംപ്ലീറ്റ്. ദർ ഇസ് നോ പ്രോബ്ലം ഇൻ എക്സ്റ്റെൻഡിങ് ദ ടൈം. അൺമ്യൂട്ട് ഓപ്ഷൻ ഞാനൊന്നും ചെയ്തതല്ല. ഐ മീൻ പോസ്റ്റ് ആദ്യം വേറൊരാളായിരുന്നു, പിന്നെ ഞാനായി, അങ്ങനെ അങ്ങനെ എന്തോ ആയതാണ്, എനിക്ക് അറിഞ്ഞൂടാ. സോ എന്തെങ്കിലും പെർട്ടിക്കുലർലി അറിയാനുണ്ടോ ഇതിലെ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാതെ വരാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് കണ്ടിന്യൂ ദ സെഷൻ. നോ വറീസ്. ക്യാൻവ RGB കളർ പ്രൊഫൈൽ ആണ് സപ്പോർട്ട് ചെയ്യുന്ന പ്രിന്റിന്. കറക്റ്റ്. അത് തന്നെയാണ് പ്രശ്നം. അതിപ്പോ അത്രയും ടെക്നിക്കൽ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്നേ ഉള്ളൂ. കറക്റ്റ്, വെരി കറക്റ്റ്. ആദിൽ ബ്രോ ആണ് ഇതിലൊരു OG. എല്ലാ ഡിസൈൻ സോഫ്റ്റ്വെയർ ടൂൾസും കലക്കി കുടിച്ച ഒരാളാണ്. സ്വന്തമായിട്ട് ക്ലാസ്സസ് എടുക്കുന്നുണ്ട് ഇപ്പോ. അപ്പോ സംഭവം അത് തന്നെയാണ്. പക്ഷെ ക്യാൻവ പ്രിന്റിൽ വരുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ വരണില്ല. പക്ഷെ ഇറ്റ്സ് എ ബിറ്റ് എക്സ്പെൻസീവ്. പിന്നെ ഇത് നമുക്ക് ഇപ്പൊ എനിക്ക് ആ ഒരു വിസിറ്റിംഗ് കാർഡ് ഇന്ന് പോയിട്ട് നാളേക്ക് കിട്ടണമായിരുന്നു, എന്നിട്ട് ഇന്ന് തന്നെ കിട്ടുകയും ചെയ്തു. അപ്പൊ അതുപോലെ ഒരു ക്വിക്ക് ആയിട്ട് നമുക്ക് കിട്ടും എന്ന് തോന്നുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഉണ്ടാവില്ല. എനി അതർ ക്വയറീസ്, എന്തെങ്കിലും ഫീച്ചേഴ്സോ കാര്യങ്ങളോ? ഇതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ഈ എടുത്തത് ഇതായിരുന്നു, എന്താണ്, ലിങ്ക്ഡിൻ ബാനർ ആയിരുന്നു. ഇതേപോലെ നിങ്ങൾക്ക് ലിങ്ക്ഡിൻ റിലേറ്റഡ് അല്ലാത്തതായിട്ടുള്ള ഇൻസ്റ്റഗ്രാം ടെംപ്ലേറ്റ്സും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഇതിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടും. ഇതിന്റെ ഇനിയിപ്പോ ഇത് ആവശ്യമില്ലല്ലോ, ഞാൻ ഇതിന്റെ ഹോമിലേക്ക് പോവാണേ. എന്ത് വേണമെങ്കിലും നിങ്ങൾ അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അതായത് ഇത് എവിടെ അവൈലബിൾ ആവും, ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് എനിക്ക് ആവശ്യമുണ്ടല്ലോ. ഇപ്പോ നിങ്ങൾ ലോഗോ, എന്തെങ്കിലും ഒരു ചെറിയ വർക്ക് ആയിക്കോട്ടെ, നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിനായിക്കോട്ടെ, വലിയ എന്താ പറയാ ഹൈ പ്രൊഫൈൽ സംഭവങ്ങളൊന്നും അല്ല, ചെറുതായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നോൺ ഡിസൈനേഴ്സിന് എസ്പെഷ്യലി ക്യാൻവയില് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുക വേണ്ടു, അതവിടെ ഉണ്ടാവും. അപ്പോൾ മനസ്സിൽ വെക്കേണ്ട കാര്യം അതാണ്. എവിടെയെങ്കിലും നമുക്ക് ഡൗട്ട് വരികയാണ് ഇത് എവിടെ അവൈലബിൾ ആവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഇസ് ക്യാൻവ. ക്യാൻവയിൽ ഉണ്ട്, നമുക്ക് റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് ഉണ്ട്. യു ക്യാൻ ഓൾവേസ് ക്രിയേറ്റ് ഫ്രം സ്ക്രാച്ച്. അതിനാരും എഗെയിൻസ്റ്റ് അല്ല. പക്ഷെ ഇവിടെ നോൺ ഡിസൈനേഴ്സിനെ നമ്മൾ ടാർഗറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ട് ഹൗ ക്യാൻ വി മേക്ക് ഇറ്റ് ഈസിയർ ഫോർ നോൺ ഡിസൈനേഴ്സ് എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യണത്. ആ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ യു ഓൾറെഡി ഹാവ് ആംപിൾ പ്ലെന്റി റെഡിമെയ്ഡ് ടെംപ്ലേറ്റ്സ് അവൈലബിൾ. അതാണ് ഉദ്ദേശിച്ചത്. അതല്ലാത്ത നിങ്ങൾക്ക് ക്രിയേറ്റ് എ ബ്ലാങ്ക് ടെംപ്ലേറ്റ് എന്ന് അതിൽ കണ്ടില്ലേ, അങ്ങനത്തെ നിങ്ങൾക്ക് ബ്ലാങ്ക് ടെംപ്ലേറ്റ് ആയിട്ട് എടുക്കാലോ. ബ്രാൻഡ് കിട്ടോ, ജസ്റ്റ് എ സെക്കൻഡ്. ബ്രാൻഡ് കിറ്റ്, ഓക്കെ ജെ, എൻ്റെ ഇതില് ഒരു മിനിറ്റ്. ആ
ഇതെന്റെ ഇതാണ്, പ്രോ അക്കൗണ്ട് ആണിത്. ഞാൻ ഇതുവരെ കാണിച്ചത് ഫ്രീ അക്കൗണ്ട് ആയിരുന്നു. അപ്പൊ ഇതിൽ ബ്രാൻഡ് കിറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാ, ഇതാണ് സംഭവം. ഇപ്പൊ ഞാനിവിടെ എന്റെ ബ്രാൻഡ് കിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചെറിയ റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്, അതായത് എഡ്യൂക്കേഷണൽ റീൽസ് ക്യാൻവയെ പറ്റി തന്നെ. അപ്പൊ അതിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് കൺസിസ്റ്റന്റ് ബ്രാൻഡിങ് കളേഴ്സ് വേണം, ടെക്സ്റ്റിനായാലും ബാക്ക്ഗ്രൗണ്ടിനായാലും. അപ്പൊ ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന 3 കളേഴ്സ് ആണ് നിങ്ങൾ ഇതിൽ കാണുന്നത്. ഞാൻ അത് ഇതിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ ഈ ബ്രാൻഡ് കിറ്റില് അപ് ടു 1000 പാലറ്റ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഒരു കളർ പാലറ്റിൽ തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ എന്റെ കളർ പാലറ്റ് ആണ് ഇത്. സി, ഈ പെർട്ടിക്കുലർ ഇതിന് ഹെക്സ് കോഡ് എന്നാണ് പറയാ. ഈ ഒരു ഇത് നമുക്ക് വെറുതെ യെല്ലോ എന്ന് വിളിച്ചാൽ പോരാ, യെല്ലോയില് തന്നെ ഒരു സ്പെക്ട്രം ആണല്ലോ. അപ്പൊ ഇതിന്റെ പെർട്ടിക്കുലർ ഹെക്സ് കോഡ്. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു റീൽ ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ എത്ര പ്രാവശ്യം ഈ കളേഴ്സ് ഈ ഇത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കണം? അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഒരു ഞാനൊരു ഇതെടുത്ത് തന്നെ കാണിച്ചു തരാം. ക്രിയേറ്റ് എടുത്തിട്ട് ഒരു ഇത് കാണിച്ചു തരാം. എല്ലാവരുടെയും ക്ഷമ പരീക്ഷിക്കുന്ന ദിവസമാണ്. കുറച്ചുകൂടി ഫാസ്റ്റർ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യങ്ങൾ കവർ ചെയ്യായിരുന്നു. ഞാൻ ആ ഇതിലില്ലാത്ത കുറച്ചുകൂടി കാര്യങ്ങൾ വിചാരിച്ചിരുന്നു, പക്ഷെ പിന്നെ Q&A ടൈം ആയി, അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പൊ ഇതില് എനിക്കിപ്പോ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഞാൻ ആ നേരത്തെ കാണിച്ച എന്റെ ബ്രാൻഡ് കളേഴ്സ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ബ്രാൻഡിൽ പോവാ. എനിക്ക് ഈ കളർ പാലറ്റ് ഇവിടെ അവൈലബിൾ ആണ്. എനിക്കിപ്പോ ബ്ലൂ, ആ ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല. ഇത് ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ബ്ലൂ ആണ്. ആ ഹെക്സ് കോഡ് നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇതാണ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യാം. ഷഫിൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ യെല്ലോ ആയി, ഷഫിൾ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് ആയി. ഇത് 3 എന്റെ ബ്രാൻഡ് കളേഴ്സ്. അപ്പോൾ ഇവിടെ അതുപോലെ ഞാൻ എന്റെ പല ക്ലയൻസിനും അവർക്കൊക്കെ വേണ്ടിയിട്ട് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് പ്രീവിയസ് വർക്കിന്റെ ആണ്. അപ്പോൾ ഇങ്ങനെ അപ് ടു 1000 പാലറ്റ്സ് നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ എനിക്കിതിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം എന്ന് വെച്ചോളൂ. ഞാൻ ടീന്ന് ജസ്റ്റ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെക്സ്റ്റ് ബോക്സ് വരും. അപ്പൊ യോ പാരഗ്രാഫ് ടെക്സ്റ്റ് തന്നെ ഇരിക്കട്ടെ. പോയിട്ട് എനിക്ക് അത് യെല്ലോയിലാണ് വേണ്ടത്. സോറി, നിൽക്കൂ. ഈ ഇപ്പോ ഇതില് പാലറ്റ്സ് മാത്രമല്ല ആഡ് ചെയ്യാൻ പറ്റുക. ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എന്റെ ബ്രാൻഡിന്റെ ഫോൺസ്. ഇത് ലീക്സ് ബട്ടൺ ആണ്. ഈ ടൈറ്റിൽ ആൻഡ് സബ് ടൈറ്റിൽ വരുന്നത് ഓഫ് ഡിഫറെന്റ് സൈസസ്. ടൈറ്റിലും സബ് ടൈറ്റിലും സെയിം സൈസ് ആയിരിക്കില്ലല്ലോ, ഹയറാർക്കി, വിഷ്വൽ ഹയറാർക്കി വേണം. അപ്പോ അതിന് രണ്ടിനും ഞാൻ യൂസ് ചെയ്യുന്നത് സെയിം ആണ്. അത് കഴിഞ്ഞ് ഹെഡിങ് വരുമ്പോൾ ലൈബർ ബാസ്കർവിൽ എന്ന് പറഞ്ഞ വേറൊരു ഫോണ്ട് ആണ്. അത് തന്നെ ഇറ്റാലിക്സിലും ഞാൻ യൂസ് ചെയ്യാറുണ്ട് സബ് ഹെഡിങ് ആയിട്ട്. അപ്പൊ എനിക്കിപ്പോ ഇത് ഡയറക്റ്റ് ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇതാ കണ്ടോ, ടൈറ്റിലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടൈറ്റിൽ വന്നു. സബ് ടൈറ്റിലിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സൈസിൽ താഴേക്ക് വന്നു. അതുപോലെ ഹെഡിങ്, സബ് ഹെഡിങ്. ഇത് ഇവിടെ ടെക്സ്റ്റ് നിങ്ങൾ ചേഞ്ച് ചെയ്താൽ മതി. എന്താ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ദാറ്റ് ഈസി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഞാനിപ്പോ ഇവിടെ പോയിട്ട് ഈ ക്യാൻവാസ് ആൻസ് മാറ്റി ലീഡ്സ് ബട്ടൺ, ഇതിപ്പോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതായോണ്ട് അതവിടെ റീസെന്റ് യൂസ്ഡ് ആയതുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവിടെ ഉണ്ടാവില്ല. അപ്പൊ ഞാനിവിടെ ഓരോ തവണയും സെർച്ച് ചെയ്തത് എടുക്കണം. അങ്ങനത്തെ ഇഷ്യൂസ് വരുന്നുണ്ട്. പ്ലസ് അതിന്റെ സൈസും ഞാൻ ഓർത്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോ സ്ഥിരമായിട്ട് ചെയ്യുന്ന റീൽസിൽ എനിക്ക് സബ് ടൈറ്റിൽ അതുപോലെ ടൈറ്റിലിനൊക്കെ വേണ്ടുന്ന ആ പെർട്ടിക്കുലർ സൈസിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ അപ് ടു 1000 കിറ്റ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതില്. അതില് പാലറ്റ്സ് മാത്രമല്ല, ഫോൺസ് മാത്രമല്ല, ബ്രാൻഡ് വോയിസ്, ഫോട്ടോസ്, ഗ്രാഫിക്സ്, ഐക്കൺസ്, ചാർട്ട്സ്, ഇത്രയും കാര്യങ്ങൾ 1000 എണ്ണം നിങ്ങൾക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഓൺലൈൻ. സോ അതാണ്
ബ്രാൻഡ് കിറ്റ്. വേറെന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? 9:23 ഇത് എപ്പോഴാ പോവാന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും ഞാൻ ആൻസർ ചെയ്യാതെ, താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും ഞാൻ ആൻസർ ചെയ്യാതെ വിട്ടിട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണലി പിങ് ചെയ്തും ചോദിക്കാം. മോർ ദാൻ ഹാപ്പി ടു ആൻസർ. ഈ പറഞ്ഞ PDF ഞാൻ ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഗ്രൂപ്പിൽ. അർഷദ് ബ്രോനോടൊന്ന് പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ടെക്സ്റ്റും ബാക്ക്ഗ്രൗണ്ടും എങ്ങനെ നമുക്ക് കളർ പിക്ക് ചെയ്യാമെന്നുള്ളത് അതിനുള്ള വെബ്സൈറ്റ്സ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. പേഷ്യൻ്റ് ആയിട്ട് ഇരുന്നതിന് എനിക്ക് എത്ര ഇന്ന് താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. കാരണം ഇറ്റ് വാസ് മൈ ഫോൾട്ട്. എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഐ ഷുഡ് ഹാവ് മേഡ് ഷുവർ എല്ലാം ഇൻ പ്ലേസ് ആണെന്ന്. ഞാൻ ചെയ്തു, പക്ഷെ ആ സൂമിലേക്ക് ലോഗിൻ ചെയ്തപ്പോൾ എല്ലാം അങ്ങോട്ട് ഹാങ് ആയി. എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. പ്രോബബ്ലി ലാപ്ടോപ്പിന്റെ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കണം. പതിവില്ല, എന്നാലും അത് ബെയർ ചെയ്ത് ഇത്രയും നേരം റൈറ്റ് ഫ്രം 8 o'clock അല്ലെങ്കിൽ അതിന് 2 മിനിറ്റ് മുമ്പ് ഇത്രയും നേരം ഇത് കോപ്പറേറ്റ് ചെയ്തിരുന്നതിന്, ബെയർ ചെയ്തിരുന്നതിന് ബിഗ് താങ്ക്സ്. എന്തെങ്കിലും പേഴ്സണൽ ഡൗട്ട്സ്, ഫർദർ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. പേഴ്സണലി പിങ് ചെയ്താൽ മതി, ഞാൻ ആൻസർ ചെയ്യാം. പ്രോ ആയാലും ഫ്രീ ആയാലും. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം, ക്യാൻവയുടെ ക്രാക്ഡ് വേർഷൻ ആരും എടുക്കരുത്. 200 രൂപ 300 രൂപയ്ക്ക് നമുക്ക് ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റും. അതിന്റെ ആഡ്സും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാവിടെയും കാണാവുന്നതാണ്. ക്രാക്ഡ് വേർഷൻ പ്ലീസ് നെവർ ബൈ. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം രണ്ട് കേസ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രീവിയസ് ഡിസൈൻസ് നിങ്ങൾക്ക് ആവശ്യം വരില്ല എന്നുള്ള ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിന് പോവാം, കുഴപ്പമില്ല. പക്ഷെ ചിലര് പറയണത് സിസ്റ്റം കോംപ്രമൈസ്ഡ് ആവും എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് എത്ര അറിഞ്ഞൂടാ അതിന്റെ ടെക്നിക്കൽ വശങ്ങള്. പക്ഷെ നിങ്ങൾ ഒരു നിങ്ങൾക്ക് എന്താ പറയാ, റീവിസിറ്റ് ചെയ്യണം നിങ്ങളുടെ ഡിസൈൻസ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് നടന്നു എന്ന് വരില്ല. ഈ ക്രാക്ഡ് വേർഷൻസ് എടുക്കുമ്പോൾ നിങ്ങളെ ഒരു കൂടിപ്പോയി കഴിഞ്ഞാൽ 1 വർഷം 1.5 വർഷത്തേക്ക് അതിൽ മെമ്പറായിട്ട് വെക്കുള്ളൂ. അത് കഴിഞ്ഞാൽ നിങ്ങളെ മാറ്റി വേറെ വല്ലവരെയും ചേർക്കും. മേ ബി നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത് ആദ്യം നിങ്ങളെ ആഡ് ചെയ്യുമായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഡിസൈൻസ് പോയിട്ടുണ്ടാവും. അപ്പൊ ഇഫ് യു വോണ്ട് ടു റീവിസിറ്റ് യുവർ പ്രീവിയസ് ഡിസൈൻസ്, പ്ലീസ് മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗോയിങ് ഫോർ ദ ആക്ച്വൽ പ്രോ വേർഷൻ, ഒറിജിനൽ പ്രോ വേർഷൻ. അങ്ങനെ പ്രോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 4,000 സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ട, ഒരു ദിവസത്തേക്ക് എടുത്താൽ മതി. 69 റുപ്പീസിന് പ്ലാൻ ചെയ്തിട്ട് എടുത്തിട്ട് വർക്ക് ചെയ്ത് കൊടുത്തിട്ട് ക്ലയന്റിന്റെ നിന്ന് കാശ് വാങ്ങിയാൽ പോരെ. അതുപോലെ തന്നെ വീക്കിനും 200 റുപ്പീസിന് നമ്മൾ ഒരു മാസത്തേക്കുള്ള കോണ്ടന്റ് നമുക്ക് ആ ഒരാഴ്ചയും കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. അപ്പൊ ഒറിജിനൽ പ്രോ വേർഷന് പോവുക തന്നെയാണ് ബെറ്റർ. താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. താങ്ക് യു. ഇനി ഒന്നും ഇല്ലാന്ന് വിചാരിക്കണു. ഞാൻ എന്താ പറയാ, എൻഡ് ചെയ്യാൻ പോവാണ് സെഷൻ. ബിഗ് താങ്ക്സ്. താങ്ക് യു സോ മച്ച്.